ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജാക്സ് വെറൈറ്റീസ്. പാകിസ്ഥാനിലേക്ക് പോവാണ്. പാകിസ്ഥാനിൽ പോകുന്ന വഴിയിൽ കാലിക്കറ്റ്, മുംബൈ അമൃത്സർ, പിന്നെ അമൃത്സറിൽ നിന്ന് അങ്ങോട്ട് ചാടുക പാകിസ്ഥാനിക്ക്. അങ്ങനെ നമ്മുടെ പരിപാടി. ഓക്കെ, ഞാനൊരു ബ്ലാക്ക് ടീഷർട്ട് ഇട്ടിട്ട് ഇറങ്ങിയതാണ്. KSRTC ബസ്സിലാണ് പോകുന്നത്. പെരിന്തൽമണ്ണ എന്ന് ബസ് കയറി. ഇതാണ് പെരിന്തൽമണ്ണ ടൗണ്. ഇപ്പോൾ സമയം രാവിലെ 7:15 അയക്കുന്നത്. 10:50 എൻ്റെ ഫ്ലൈറ്റ് ഉള്ളത്. ഇതാണ് പെരിന്തൽമണ്ണ ടൗൺ. ഇപ്പോൾ ബംഗാളികൾ കംപ്ലീറ്റ് നിറഞ്ഞു നിൽക്കുക. മുമ്പൊക്കെ ഇവിടെ അണ്ണന്മാരെ നിന്ന്. ഇതാണ് ജംഗ്ഷൻ. അത് നേരെ ഊട്ടി റോഡാണ് ഇങ്ങോട്ടേക്ക് പോകുന്നത്. ഇത് നേരെ താഴേക്ക് ഇങ്ങോട്ട് കാലിക്കറ്റ് റോഡ്. പെരിന്തൽമണ്ണയിൽ നിന്ന് എയർപോർട്ടിലേക്ക് ഏകദേശം ഒരു 50 കിലോമീറ്റർ ഉണ്ട്. ഏകദേശം ഒരു മണിക്കൂർ എടുക്കും യാത്ര. ഇതാണ് കരിപ്പൂർ ജംഗ്ഷൻ. ഇവിടെ ഇറങ്ങിയിട്ട് ഇവിടുന്ന് ഒരു ഓട്ടോ വിളിച്ച് പോകണം. ഇനി അപ്പം ഞാനൊരു ഓട്ടോയിൽ കയറിയിട്ടുണ്ട്. നേരം വെളുത്ത് വരുന്നുള്ളൂ. 8:50 ഇപ്പം സമയം. ഇവിടുന്ന് ഒരു 2 കിലോമീറ്ററിൻ്റെ മുകളിലുണ്ട്. അവന് 70 രൂപ പറഞ്ഞത്. ഞാൻ 50 തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. 50 ചെക്ക് പോയിന്റിൻ്റെ അവിടെ നിർത്തുന്നൊക്കെ പറഞ്ഞു. ഇതാണ് ആ ചെക്ക് പോയിന്റ് ഉള്ളത്. ഇവിടുന്ന് അങ്ങോട്ടേക്ക് തന്നെ പിന്നെ നിൽക്കുന്നതിന് പൈസ കൊടുക്കണം. അപ്പോൾ ഏതായാലും അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ നേരെ അങ്ങോട്ട്. ഇതാണ് കാലിക്കറ്റ് എയർപോർട്ട്, കോഴിക്കോട് ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഇതിൻ്റെ ഡൊമസ്റ്റിക് ഏരിയയാണ് ഈ മോൾ ഭാഗം. ഈ ഒരു ഫ്ലോറിൽ ഇപ്പോൾ എന്നോട് എത്തിയിട്ടുണ്ട്. ഇത് താഴ്ഭാഗം ഒരു വണ്ടി പോകുന്നുണ്ടല്ലോ, ഇതാണ് അന്താരാഷ്ട്ര വിമാനങ്ങൾ വരുന്ന ഭാഗങ്ങൾ. ഇതിൻ്റെ താഴ്ഭാഗത്ത് കൂടിയാണ് വരിക. ഇപ്പം ഞാനുള്ളത് മുകൾ ഭാഗത്താണ്. ഇതാണ് അതിൻ്റെ എയർപോർട്ട്. ഞാൻ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്ത എയർപോർട്ടാണിത്, ഈ കോഴിക്കോട് കരിപ്പൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ അകത്തേക്ക് കയറണം. സമയമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഇതാണ് അറൈവൽ ഡിപ്പാർച്ചർ ഹാള്. അറൈവൽ ഇതിൻ്റെ നേരെ കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ എത്തും. അപ്പം എന്നാൽ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് കയറുകയാണ്. ഒരു ചെറിയൊരു ബാഗുള്ളൂ. അപ്പോൾ ഞാൻ ലഗേജിൽ ഇടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് സ്വന്തമായിട്ട് നമുക്ക് ബോർഡിംഗ് പാസ് എടുക്കുക. അപ്പോൾ സ്വന്തമായിട്ട് ഞാൻ ബോർഡിംഗ് പാസ് എടുക്കുകയാണ്. അപ്പോൾ ഇതാണ് ടിക്കറ്റ്. 2 ടിക്കറ്റ്, മുംബൈയിൽ നിന്ന് അമൃത്സറിലേക്കും. രണ്ടും വിൻഡോ സീറ്റാണ്. പാസ്പോർട്ടുണ്ട് കയ്യിൽ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പാകിസ്ഥാനിലേക്ക് പോവാണ്. പാകിസ്ഥാനിൽ പോകുന്ന വഴിയിൽ കാലിക്കറ്റ്, മുംബൈ അമൃത്സർ, പിന്നെ അമൃത്സറിൽ നിന്ന് അങ്ങോട്ട് ചാടുക പാകിസ്ഥാനിക്ക്. അങ്ങനെ നമ്മുടെ പരിപാടി. ഓക്കെ, ഇവിടുത്തെ കൗണ്ടറുകളാണ്. ഇതിൻ്റെ അകത്ത് പോകേണ്ട ആവശ്യമില്ല. ലഗേജ് ഉണ്ടെങ്കിൽ മാത്രം അങ്ങോട്ടേക്ക് പോയാൽ മതി. ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇവിടെ നിന്ന് ബോർഡിംഗ് പാസ് എടുത്തിട്ട് നമുക്ക് അങ്ങോട്ട് നേരെ പോകാം. അങ്ങനെ ഒരു സൗകര്യം ഉണ്ട്. മുമ്പ് ഞാൻ പിന്നെ ഇവിടുത്തെ നമ്മുടെ ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്ന് അത് കാണിച്ചിരുന്നു. അപ്പോൾ നമ്മുടെ സെക്യൂരിറ്റി ചെക്കപ്പാണ്. ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ സമയം 9:30 മണിയായി. 10:50 നമ്മുടെ ഫ്ലൈറ്റ് ഉള്ളത്. ഇതിവിടുത്തെ സിറ്റിംഗ് ഏരിയയാണ്. ഈ ഒരു ഭാഗങ്ങൾ കംപ്ലീറ്റ്. ഇവിടെ ഇങ്ങനെ ഒന്ന് നമ്മുടെ ചാരക്കസേര മോഡൽ അങ്ങനെ കിടന്ന് ഇരിക്കണമെങ്കിൽ അങ്ങനെ ഇരിക്കാം. സാധാ ഒരു സീറ്റുകളുണ്ട്. 2 തരം ഉണ്ട്. അപ്പോൾ ഇനിയും 1 മണിക്കൂറിൻ്റെ മുകളിലുണ്ട് പിന്നെ ഇതിൻ്റെ ഫ്ലൈറ്റിലേക്ക് കയറാനുള്ള സമയം. കാലിക്കറ്റ് എയർപോർട്ടിൽ പിന്നെ നമ്മുടെ ലോഞ്ചില്ല. ഇൻ്റർനാഷണലൊന്നും ലോഞ്ചില്ല. ഡൊമസ്റ്റിക്കിൽ ലോഞ്ചില്ല. ഇപ്പോൾ സമയം 10:20 അയക്കുന്നത്. അപ്പോൾ നമ്മുടെ ബോർഡിങ് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ബസ് വന്നിട്ടുണ്ട്. അപ്പോൾ ബസ്സിൽ അങ്ങനെ അങ്ങോട്ടേക്ക് പോകണം. ഫ്ലൈറ്റ് കുറച്ച് അപ്പുറത്താണ് നിൽക്കുന്നത്. അപ്പോൾ അതിനെ കാത്തു നിൽക്കണം. ഒരു ബസ് ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ അടുത്ത ബസ് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ബസ്സിലേക്ക് അങ്ങോട്ട് കയറാൻ പോവുകയാണ്. ഇനി നേരെ ബാക്കി ഫ്ലൈറ്റിലെത്തിയിട്ട് ബാക്കി ഫ്ലൈറ്റ് കാഴ്ചകളൊക്കെ കാണാം. സ്വല്പം അങ്ങോട്ട് ഓടണം. ഈ ബസ്സിലാണ് ഞാൻ കയറാൻ പോകുന്നത്. ഞാൻ ഡ്രൈവർ അടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. ഫ്രണ്ടിൽ തന്നെയാണ്.
ഇപ്പോൾ നമ്മൾ ഫ്ലൈറ്റിൽ കയറാൻ പോവാണ്. ഫ്ലൈറ്റ് നേരത്തെ തന്നെ പുറപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ സമയം 10:47 10:50 ശരിക്കും ടൈം പറഞ്ഞിട്ടുള്ളത്. 1 മണിക്കൂറും 50 മിനിറ്റാണ് ബോംബെക്ക് റണ്ണിങ് ടൈം ഉള്ളത്. അപ്പോൾ ഒരു 12:40 ആകുമ്പോഴത്തേക്ക് ബോംബെയിലെത്തും. പിന്നെ ബോംബെയിൽ നിന്ന് പിന്നെ ഫ്ലൈറ്റ് മാറിപ്പോകണം. അതായത് ടെർമിനൽ നമ്പർ 2 നമ്മളെ ഫ്ലൈറ്റ് ഇറങ്ങുന്നത്. പിന്നെ ടെർമിനൽ നമ്പർ 1 പിന്നെ അവിടുന്ന് എയർപോർട്ട് ബസ്സുണ്ട്, ആ ബസ്സിൽ ഇറങ്ങിപ്പോകണം. ടെർമിനൽ നമ്പർ 2 ഏറ്റവും സൂപ്പറായിട്ടുള്ളത്. 1 അത്ര അങ്ങോട്ട് സൂപ്പറല്ല. ഇതാണ് നമ്മുടെ റൺവേ, കോഴിക്കോട് റൺവേ ഇപ്പം അങ്ങനെ പുറപ്പെട്ടിരിക്കുന്നത്. ഇത് ടേബിൾ ടോപ്പാണ്. ടേബിൾ ടോപ്പ് എന്ന് പറഞ്ഞാൽ മണ്ണിട്ട് നിറച്ചിട്ടുള്ള നമ്മൾ ടേബിൾ മോഡലുള്ളതാണ്. സാധാ ഭൂമി ലെവലിൽ നിന്നും മണ്ണിട്ട് ഫില്ല് ചെയ്തിട്ടുള്ള ഒരു ലാൻഡിംഗ് ആണ്. അതിനാണ് ടേബിൾ ടോപ്പ് ലാൻഡിംഗ് എന്ന് പറയുക. ആ റൺവേ ആണിത്. ഇപ്പോൾ ഫ്ലൈറ്റ് പൊന്തിയിട്ടുണ്ട്. ഇനി പകൽ കാഴ്ച എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ മേഘമൊക്കെ ഇങ്ങനെ കണ്ടിട്ട് അങ്ങനെ പോയി ഏകദേശം ഒരു 2 മണിക്കൂറിൻ്റെ ഉള്ളിൽ 2 മണിക്കൂർ വരില്ല. നല്ല സുഖമാണ് ഈ യാത്ര. ഡൽഹിയിൽ നിന്നല്ല, മുംബൈയിൽ നിന്ന് പിന്നെ രാത്രി 8:15 എനിക്ക് ഫ്ലൈറ്റ് ഉള്ളത് അമൃത്സറിലേക്ക്. 8:15 പുറപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ 10:35 അമൃത്സർ എയർപോർട്ടിൽ ഇറങ്ങുക. മുമ്പ് എൻ്റെ അമൃത്സർ എയർപോർട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചിരുന്നു. മുമ്പ് പലതവണ പോയിട്ടുണ്ട് അമൃത്സർ എയർപോർട്ടിൽ. ഇത് ഇൻഡിഗോൻ്റെ ഫ്ലൈറ്റാണ്. ഒരു ഭാഗത്ത് 3 സീറ്റ്, മറ്റേ ഭാഗത്ത് 3 സീറ്റ്, അങ്ങനെ മൊത്തം 6 സീറ്റാണുള്ളത്. കംപ്ലീറ്റ് വിൻഡോ സീറ്റ് തന്നെയാണ് എൻ്റെ അടുത്തുള്ളത്. അറബിക്കടലിനോട് ചാരിയിട്ടാണ് ഇത് ഇങ്ങനെ പോകുന്നത് നമ്മുടെ മുംബൈ യാത്ര. കാരണം അറബിക്കടലിൻ്റെ ഒരു തീരത്ത് തന്നെയാണ് മുംബൈ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ പൂനെ വഴിക്ക് അങ്ങനെ സൈഡിൽ കൂടി അങ്ങനെ പോവുകയാണ്. ഇതൊക്കെ ഇപ്പോൾ മേഘങ്ങളാണ്. എൻ്റെ വിസ വന്നത് ഇപ്പോഴാണ്. അതാണ് ഞാൻ പെട്ടെന്ന് ഫ്ലൈറ്റിന് പോകാം. കാരണം സമയം ഉണ്ടെങ്കിൽ എനിക്ക് ട്രെയിനിന് പോയാൽ മതി. പക്ഷേ ട്രെയിനിന് പോകാനുള്ള സമയമില്ല. നമ്മൾ ആ ടൈമിന് അവിടെ എത്തിയിട്ടില്ലെങ്കിൽ പിന്നെ പാകിസ്ഥാനിലേക്ക് ഒരു കടത്തൂല. അപ്പോൾ അതിന് ഒരുപാട് പ്രൊസീജിയർ ഉണ്ട്. നമ്മളെ ഈ വിസക്ക് അപ്ലൈ ചെയ്യാൻ ഓൺലൈനിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഒരുപാട് പോലീസ് വെരിഫിക്കേഷൻ ഉണ്ട്. നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ, നമ്മളെ നമ്മളെ നിൽക്കുന്ന പോലീസ് സ്റ്റേഷൻ, അതിന് പുറമെ ഡൽഹി IB ഒക്കെ നമ്മളെ വീട്ടിൽ വന്നിട്ട് അന്വേഷണ കാര്യങ്ങളുണ്ട്. അയൽവാസികളെടുത്ത് അന്വേഷിക്കും. എല്ലാ അന്വേഷണങ്ങളും കഴിഞ്ഞ ശേഷം മാത്രം നമുക്ക് വിസ കിട്ടുക. നമ്മൾ അപ്ലൈ ചെയ്തിടത്ത് നമുക്ക് വിസ കിട്ടുമെന്ന് യാതൊരു ഉറപ്പുമില്ല. ഓൺലൈനിൽ അപ്ലൈ ചെയ്ത് അതിൽ അറ്റാച്ച് ചെയ്യേണ്ട കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അറ്റാച്ച് ചെയ്ത് വിട്ട് ഇവർ പോലീസ് വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞ് കിട്ടും. അപ്പോൾ നമുക്ക് വിസക്ക് പാകിസ്ഥാനിലേക്ക് കടക്കുന്നതിൻ്റെ ഒരു 4 ദിവസം 3 ദിവസം മുമ്പായിട്ടാണ് വിസ നമുക്ക് വരിക. അത് നമ്മുടെ ഇമെയിലിലേക്ക് വരിക. മെസ്സേജ് നമ്മുടെ വാട്സപ്പ്, നമ്മളെ മൊബൈൽ നമ്പറിലേക്ക് മെസ്സേജും വരും. പിന്നെ ഇമെയിലിലേക്കാണ് വിസൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ വരും. നമ്മൾ കൊടുക്കുന്ന ഒരു വർക്കിംഗ് ഇമെയിൽ ആയിരിക്കണം. അങ്ങനെയൊക്കെയാണ്. ഒരുപാട് പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഉണ്ട് വിസ കിട്ടണമെങ്കിൽ. അപ്പോൾ ആ സമയത്ത് വൈകണ്ട വിചാരിച്ചിട്ടാണ് ഞാൻ ഫ്ലൈറ്റിൽ നിന്ന് പുറപ്പെട്ടത്. ട്രെയിനിന് പോയി കഴിഞ്ഞാൽ ഏകദേശം ഒരുപാട് സമയം കിട്ടും. പിന്നെ ടിക്കറ്റ് കിട്ടാനും ട്രെയിനിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഫ്ലൈറ്റിനാകുമ്പോൾ എന്താ വെച്ചാൽ ടിക്കറ്റ് എപ്പോഴും ഉണ്ടാവും, കുറച്ച് ചാർജ് കൂടുന്നുള്ളൂ. ഫ്ലൈറ്റ് ഇപ്പോൾ ഇങ്ങനെ താഴ്ന്നിട്ട് തന്നെയാണ് പറക്കുന്നത്. പക്ഷേ മുംബൈ അങ്ങാടിയിലെല്ലാം എത്തിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഗോവ, പൂനെ ആ വഴിക്കാണ്, ആ റൂട്ടിൽ കൂടിയാണ് ഇത് പോകുന്ന റൂട്ടുള്ളത്. ഉണ്ടല്ലേ, കുറേ മലനിരകളും മറ്റും കാണുന്നുണ്ട് ഇവിടെ. ഇപ്പോൾ സമയം 12:15 ഇപ്പോൾ ഏകദേശം മുംബൈൻ്റെ മുകളിലെത്തിയിട്ടുണ്ട്. കണ്ട ബിൽഡിങ്ങുകളൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്.
ഒരുപാട് കെട്ടിടങ്ങളൊക്കെ. അപ്പോൾ ഇനിയിങ്ങനെ താഴ്ന്നു പറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം എത്താനയക്കുന്നത്. ഓൺ ടൈമിൽ തന്നെയാണ് ഫ്ലൈറ്റ് ഉള്ളത്. ഫ്ലൈറ്റ് അവിടെ നിന്ന് 3 മിനിറ്റ് മുമ്പ് നേരത്തെ പോന്നിട്ടുള്ളത്. അങ്ങനെ താഴ്ന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മുംബൈയിൽ തന്നെ ഒരുപാട് തവണ വന്നിട്ടുണ്ട്. മുംബൈ എയർപോർട്ടിൽ എൻ്റെ കുറേ മുമ്പും മുംബൈയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ താഴ്ന്ന് പറന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നേരെ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങി മറ്റേ എയർപോർട്ടിലേക്ക് പോകണം. ടെർമിനൽ നമ്പർ 1 പോകണം. ഇപ്പം അങ്ങനെ ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലാൻഡ് ചെയ്തിട്ടുണ്ട്. 1 മണിക്കൂറും 50 മിനിറ്റ് യാത്രയാണ്. അത് വളരെ സുഖമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കുറഞ്ഞ ഫ്ലൈറ്റ് യാത്ര. കൂടുതൽ ടൈമാണ് ഭയങ്കര ബുദ്ധിമുട്ട്. ഇതാണ് മുംബൈ എയർപോർട്ട്. അപ്പോൾ എല്ലാവരും ഇറങ്ങുകയാണ്. അപ്പോൾ ഞാനും ഇതിൻ്റെ കൂട്ടത്തിൽ ഇറങ്ങുകയാണ്. അങ്ങനെ കാലിക്കറ്റിൽ നിന്നും മുംബൈ ടെർമിനൽ 2 ഇറങ്ങിയിട്ടുണ്ട്. ഈ ടെർമിനൽ 1 പോകണം. ടെർമിനൽ നമ്പർ 1 പോകണമെങ്കിൽ ഇവിടെ പിന്നെ ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോകാനുണ്ട്. ദൂരം ഓടാനുണ്ട്. അതായത് റൺവേ ഒക്കെ ഒന്ന് തന്നെയാണ്. പക്ഷേ എയർപോർട്ടിൻ്റെ ഉള്ളിൽ കൂടി അങ്ങനെ പോയി ബസ്സിൽ നമുക്ക് പോകണം. ഇതിപ്പോൾ റൺവേ പിന്നെ ടെർമിനൽ 2 ലഗേജൊക്കെ വരുന്ന ആ ഒരു ഭാവം കാര്യങ്ങളൊക്കെയാണ്. ഇതിലേ ഇങ്ങനെ പോയി കഴിഞ്ഞിട്ട് ഇതിൻ്റെ താഴെ ഫ്ലോറുണ്ട്. താഴെ ഫ്ലോറിൽ P5 എന്ന് പറഞ്ഞിട്ടുള്ള പില്ലറുണ്ട്. P5 ആ തൂണിൻ്റെ അടുത്താണ് ടെർമിനൽ 1 ബസ്സുകൾ വരിക. അപ്പോൾ നമുക്ക് ഫ്രീ സർവീസാണ്. അതുകൊണ്ട് ഇവിടെ വന്നിട്ട് നിങ്ങൾ ടാക്സി എടുക്കുകയോ അങ്ങനത്തെ യാതൊരു ആവശ്യമില്ല. വേറെ ഊബർ ഉണ്ട്, പിന്നെ പ്രൈവറ്റ് ടാക്സിൻ്റെ അതൊന്നും വേണ്ട. ഇവിടുത്തെ എയർപോർട്ട് അതോറിറ്റിൻ്റെ വക നല്ല ബസ് സർവീസ് ഉണ്ട്. അപ്പോൾ അതിൽ പോയാൽ മതി. മുമ്പ് ഞാൻ ഇതുപോലെ അങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പരിചയത്തിൻ്റെ മുകളിലാണ്. അപ്പോൾ എന്താണ് എയർപോർട്ട്? ഇത് നമ്മളെ ലഗേജ് വരുന്ന ഭാഗങ്ങളാണ്. ഇവിടുന്ന് ലഗേജ് അങ്ങോട്ട് എടുക്കുക, പിന്നെ പുറത്തേക്ക് കിടക്കുക. പിന്നെ ചില ഫ്ലൈറ്റുകൾ ഈ ടെർമിനലിൽ തന്നെ പോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മറ്റേ ഭാഗത്തേക്ക് ഇങ്ങോട്ട് കയറിയിട്ട് അതിൽ അങ്ങോട്ട് നമുക്ക് പോവാം. എൻ്റെ അമൃത്സർ ഫ്ലൈറ്റ് പിന്നെ രാത്രി 8:15 അപ്പോൾ ഇനി അവിടെ ടെർമിനൽ നമ്പർ 1 പോയിട്ട് ലോഞ്ചിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ രാത്രി പോകണം. അപ്പോൾ ഇതാണ് ടെർമിനൽ നമ്പർ 2. ടെർമിനൽ നമ്പർ 2 നല്ല സൂപ്പർ ടെർമിനലാണ്. 1 എത്രയോ ബെറ്ററാണ് ഈ ഒരു ടെർമിനൽ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ പുറത്തേക്ക് പോകാനുള്ള വഴിയും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ പുറത്തേക്ക് കടന്നേക്കുന്നത്. ഇതാണ് പുറംഭാഗം. ഇവിടെ വലിയൊരു ഫാനൊക്കെ തിരിയുന്നുണ്ട്, ഉണ്ടല്ലേ? എയർപോർട്ടിൻ്റെ ഉള്ളിൽ പല സ്ഥലങ്ങളിലുണ്ട്. മുമ്പ് ഞാൻ എൻ്റെ ഒരു പൂനെ എപ്പിസോഡ് ഞാൻ കാണിച്ചിരുന്നുണ്ട് എയർപോർട്ട്. അതിലുണ്ടായിരുന്നു അതുപോലെ. ഇത് ഇവിടുത്തെ ഒരു പ്രൈവറ്റ് ലോഞ്ചാണ്. അതായത് നമ്മളെ 2 രൂപേൻ്റെ ഭക്ഷണം കഴിക്കുന്ന ലോഞ്ചല്ല, ക്യാഷ് കൊടുത്തിട്ട് ഭക്ഷണം കഴിക്കുന്ന ലോഞ്ചാണ്. ഇവിടെ നമുക്ക് ബാങ്കിൻ്റെ കാർഡ് ഒരു അക്സെപ്റ്റ് ചെയ്യൂല. അപ്പോൾ ഞാൻ ലിഫ്റ്റിലേക്ക് കയറിയിട്ടുണ്ട് ഇതിൻ്റെ താഴെ ഫ്ലോറിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ താഴെ ഫ്ലോറിലെത്തിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ ബസ് വരിക. അപ്പോൾ ആ ബസ്സിൻ്റെ ഈ കാണുന്ന ബസ്സാണ്. ഈ ഒരു ബസ് ഫുള്ളാണ്. അപ്പോൾ ഒരു ബസ് ഫുള്ളായി കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ബസ് വരണം. ഇവിടെ ലഗേജിൻ്റെ ട്രോളിയൊക്കെ അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അടുത്ത ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ബസ് വന്നിട്ട് അതിന് നമുക്ക് ഫ്രീ ആയിട്ട് പോകാം. അപ്പോൾ ബോംബെ എയർപോർട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ടെർമിനൽ നമ്പർ 2 നിന്ന് താഴേക്ക് ഇറങ്ങിയിട്ട് ഈ ഒരു അണ്ടർഗ്രൗണ്ടിൽ ഇറങ്ങിക്കഴിഞ്ഞ ശേഷം ടെർമിനൽ നമ്പർ 1 ബസ് ഇവിടെ നിന്നാണ് പുറപ്പെടുക. അപ്പോൾ ഒരു നിലക്കും നിങ്ങൾ ടാക്സിക്ക് പോകരുത്. ഈ കാണുന്നതാണ് ബസ്. ഇവിടെയാണ് നിർത്തിയിടുക. അപ്പോൾ ഒരു ബസ് പോയി കഴിഞ്ഞ ശേഷം പിന്നെ ഒരു 10 മിനിറ്റിനുള്ളിലായിട്ട് തന്നെ അടുത്ത ബസ് വരും. അപ്പോൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. ഇവിടെ പിന്നെ പ്രൈവറ്റ് ടാക്സിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് പുറമെ മറ്റുള്ളവർക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് വേറെ യാത്രക്കാർ. ഇപ്പോൾ നമ്മുടെ ബസ് എത്തിയിട്ടുണ്ട്. ഇതാണ് ബസ്. അപ്പോൾ ഇനി ഞാൻ ഇതിൻ്റെ ബസ്സിൽ കയറണം. ബസ് ഫുള്ളായി കഴിഞ്ഞിട്ടുള്ള ഇവർ പോവുക. പിന്നെ ഒരു സമയമുണ്ട്. ആ സമയമായി കഴിഞ്ഞാൽ പോവുകയും ചെയ്യും. പിന്നെ അതുപോലെ ഫുള്ളായി കഴിഞ്ഞാലും പോകും. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കയറുകയാണ്.
ഇതിലാകപ്പാടൊരു നീല കളറാണ് ലൈറ്റ് ഇട്ടിട്ട് ഇവിടെ കംപ്ലീറ്റ്. അപ്പോൾ ഞാനിതിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗത്ത് തന്നെയാണ് ഇരിക്കുന്നത്, അധികം ബാക്കിലേക്ക് പോകുന്നില്ല. ഇത് സൈഡ് ഗ്ലാസ്സിൽ കൂടിയുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. ഇവിടുത്തെ മഞ്ഞ ടാക്സിയാണ് ഇതിൽ. ഇത് യാത്രക്കാർ വന്നിട്ട് അവർക്ക് അവരുടെ വീട്ടിലേക്ക് മറ്റും പോകാൻ വേണ്ടിയിട്ടുള്ള ഇതുണ്ട്. അപ്പോൾ ബസ് നമ്മളിത് പുറപ്പെട്ടിട്ടുണ്ട്. ഇതാണ് ടെർമിനൽ നമ്പർ 2ൻ്റെ പുറംഭാഗം. നല്ല അടിപൊളി ലുക്കാണ്, ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട്. സാധാരണ നമ്മളെ ടൗണിൽ തന്നെയാണ് ഈ ടെർമിനൽ നിൽക്കുന്നത്. സാധാ ബസ് സർവീസും കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റുള്ള എയർപോർട്ട് പോലെയല്ല. കണ്ടില്ലേ, ചെടികളെ കൊണ്ടൊരു നാട്ട് ഭയങ്കര തിരക്കാണ് ഇവിടെ. മുംബൈ എയർപോർട്ട് പാലത്തിൻ്റെ മുകളിലൊക്കെ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു ഇവിടെ. അങ്ങനെ മുകളിൽ കണ്ടില്ലേ, അതാണ് ബ്രിഡ്ജിൻ്റെ മുകളിലൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബസ്സിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങാൻ നമ്മളവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മളുടെ ടെർമിനൽ നമ്പർ 1 ഉള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ടെർമിനൽ നമ്പർ 1 അത്ര അങ്ങോട്ട് പിന്നെ മറ്റേതിൻ്റെ അത്ര ഉഷാറില്ല എന്ന് പറഞ്ഞിട്ടില്ലേ. ഇവിടെ വിമാന കമ്പനികളുടെ പേരിലാണ് ഡിപ്പാർച്ചർ ഗേറ്റ് 1, 2 എന്നൊക്കെ എഴുതിയിട്ടുള്ളത്. ഇത് സ്പൈസ് ജെറ്റ്, മറ്റേ ഇത് ഇൻഡിഗോൻ്റെയാണ്. അപ്പോൾ ഇൻഡിഗോൻ്റെ ഇതിൻ്റെ അകത്ത് കൂടിയാണ് ഞാൻ കയറാൻ പോകുന്നത്. ഇപ്പോൾ അകത്തെത്തിയിട്ടുണ്ട്. എൻ്റെ ബോർഡിംഗ് പാസ്സൊക്കെ കയ്യിൽ കിട്ടിയതുകൊണ്ട് എനിക്ക് നേരിട്ടിട്ട് ഞാൻ ലോഞ്ചിൽ പോകാം. മറ്റേയാണ് ബോർഡിംഗ് പാസ് ഇല്ലാത്തവർക്ക് ഇപ്പം തന്നെ കൗണ്ടർ തുറക്കൂല, കുറച്ച് കഴിഞ്ഞിട്ടുള്ള കൗണ്ടർ തുറക്കുക. അപ്പോൾ ഞാൻ ഞങ്ങട്ട് മുകളിലേക്ക് പോകാൻ പോവുകയാണ് ഇനി. ഇതൊക്കെയാണ് കൗണ്ടറുകൾ. പക്ഷേ ഈ കൗണ്ടറിലൊന്നും ഇപ്പോൾ നമ്മൾ കയറ്റില്ല. കാരണം എന്താ വെച്ചാൽ അതിനൊരു സമയമുണ്ട്, ആ സമയത്തുള്ളും കിട്ടും. ഇത് നമ്മളെ ബോർഡിംഗ് പാസ് മെഷീനാണ്. ഞാൻ ആദ്യം ജസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അടുത്ത് നിന്നാണ്. ഇതിൻ്റെ മുകളിലാണ് നമ്മളുടെ ഗേറ്റ്. അതായത് ഫ്ലൈറ്റിലേക്ക് പോകാനുള്ള ലോഞ്ചും കാര്യങ്ങളൊക്കെ മുകളിലാണുള്ളത്. അപ്പോൾ ഞാനങ്ങനെ മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഗേറ്റിലേക്ക് പോകണം. 24 ഇവിടെ ഗേറ്റ് കാണിക്കുന്നത്. ഫ്ലൈറ്റ് നമ്പറിന് ഗേറ്റ് നമുക്ക് കാണിക്കും. ഇതിവിടെ സെക്യൂരിറ്റി ചെക്കപ്പിൻ്റെ സാധനങ്ങളൊക്കെ ഇന്ന സാധനങ്ങൾ കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി ചെക്കപ്പൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ഇനി ഒരുപാട് സമയമുണ്ട്. അപ്പോൾ നമുക്ക് എയർപോർട്ടൊക്കെ ഒന്നിങ്ങനെ കംപ്ലീറ്റ് കറങ്ങി കാണാം. ഇവിടെ കുറേ ചെടികളൊക്കെ ഉണ്ട്. പൊതുവേ മുംബൈ എയർപോർട്ടിൽ ഒരുപാട് ചെടികളും മരങ്ങളും ഒക്കെ ഉള്ളൊരു ഭാഗമാണ്. കണ്ടില്ല, ഇവിടെ ഒരു വളമൊക്കെ കൊടുത്തിട്ട് അങ്ങനെ വളർത്തുന്നുണ്ട്. അതിൽ സിറിഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതൊക്കെ നമുക്ക് അങ്ങനെ കറങ്ങി കാണാം. എന്നിട്ട് പിന്നെ ലോഞ്ചിൽ പോകും വേണം. മുംബൈ പിന്നെ എയർപോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യാത്രക്കാരുടെ എണ്ണത്തിൽ ഡൽഹി കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ 2ാമത്തെ വിമാനത്താവളമാണ് ഇത്. ഇവിടെയും കണ്ടല്ലോ വലിയൊരു ഫാൻ തിരിയുന്നുണ്ട്. അതുപോലെ 2022 സാമ്പത്തിക വർഷത്തിൽ യാത്രക്കാരുടെ എണ്ണത്തിൽ ഏഷ്യയിലെ 14ാമത്തെയും ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ 28ാമത്തെ എയർപോർട്ടാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഒരു കടൻ്റെ പിന്നെ ചെറിയൊരു ഷൂസ് ഉണ്ട്, ചെരുപ്പട. അതിൻ്റെ റെൻ്റെന്ന് ഞാൻ അന്വേഷിച്ച് നോക്കി. അതിൻ്റെ റെൻ്റ് പിന്നെ വർഷത്തിനല്ല, ഒരു മാസത്തിന് 3 ലക്ഷം രൂപയാണ് ആ ഒരു ചെറിയൊരു ചെരുപ്പടൻ്റെ വാടക. അപ്പോൾ അവരൊന്ന് കച്ചവട കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. കച്ചവടം 3 ആൾക്കാർ പണിക്കുണ്ട്. 24 മണിക്കൂറിൽ 8 മണിക്കൂറിൽ 3 ഷിഫ്റ്റായിട്ട് കണ്ടിന്യൂസ് ആയിട്ട്. കാരണം കടകൾ പൂട്ടിയിടും, ഫുൾ ടൈം വർക്കിംഗ് ആണല്ലോ എയർപോർട്ട്. ഇവർ നെതർലാൻഡിൽ നിന്ന് വന്ന പാർട്ടികളാണ്. അവർ നേരെ ഗോവയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ നിൽക്കുകയാണ്. ഇത് ഗ്ലാസിൻ്റെ ഉള്ളിൽ മരം വളർത്തിയിരിക്കുകയാണ്. ഞാൻ പൊതുവെ നേരത്തെ പറഞ്ഞിരിക്കുന്നത് ഇവിടെ മുംബൈ എയർപോർട്ടിൽ കണ്ടമാനം ചെടികൾ വളർത്തിയിട്ടുള്ള ഒരു സംഭവമുണ്ട് ഇഷ്ടം പോലെ. ഇതൊക്കെ ഗ്ലാസ്സിലാക്കി വെച്ചിരിക്കുകയാണ് ഈ കാണുന്നത്. ഇതൊരു ഹോട്ടലാണ്, റെസ്റ്റോറൻ്റാണ്. ക്യാഷ് കൊടുത്ത് ഭക്ഷണം കഴിക്കുന്നതാണ്. 2 രൂപേൻ്റെ അല്ല. അദാനീൻ്റെ പിന്നെ ലോഞ്ചാണ് ടെർമിനൽ നമ്പർ 2 ഇവിടെ ഒരു അത്ര വലിയ ഇതല്ല ഉള്ളത്, ചെറിയ ലോഞ്ച്. ഇത് റിലാക്സ് ചെയ്യാൻ മറ്റേ മസാജ് സെൻ്ററാണ്. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളെ ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കുത്തിരുന്ന് നമ്മളെ ബോഡി കംപ്ലീറ്റ് ഇരുന്നിട്ട് മസാജ് ചെയ്യും. അത് പല സ്ഥലങ്ങളിലുണ്ട്, വലിയ വലിയ മാളിലൊക്കെ അങ്ങനത്തെ സംഭവമുണ്ട്. ഇതിവിടുത്തെ തൂണും കാര്യങ്ങളൊക്കെ. പക്ഷേ മറ്റേൻ്റെ അത്ര ഉഷാറല്ലാത്തൊരു ഇതാണ് ടെർമിനലാണ് ഈ കാണുന്ന നമ്പർ 1. 2 അടിപൊളിയാണ്. അപ്പം നമുക്കങ്ങനെ കറങ്ങി അങ്ങനെ കാണാം.
ഈ എയർപോർട്ടിൻ്റെ പേര് മൊത്തം ഛത്രപതി ശിവജി മഹാരാജ് അന്താരാഷ്ട്ര വിമാനത്താവളം എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ പിന്നെ 74% ഞാൻ നേരത്തെ പറഞ്ഞ അദാനി എൻ്റർപ്രൈസസിനും പിന്നെ 26% എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെയും കയ്യിലാണുള്ളത്. 1942 ഈ എയർപോർട്ട് ആദ്യമായിട്ട് തുറന്നത്. പിന്നെ കുറേ വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇപ്പോൾ ഏകദേശം പുതുക്കി പണിതായിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ഇവിടെ വർക്ക് നടക്കുന്നത് ഇവിടെ ഫുള്ളായിട്ടില്ല. ഇത് സവരോസ്കി, ഞാൻ പണ്ടിൻ്റെ ഓസ്ട്രിയ എപ്പിസോഡിൽ കാണിച്ചിരുന്നു. അവിടെ വലിയ ഷോറൂമുണ്ട്. ഓരോരോ ഷോറൂമാണ് ഈ കാണുന്നത്. അതായത് ആഭരണങ്ങളുടെ വേൾഡിലെ ഏറ്റവും വലിയ ഇതാണ് സവരോസ്കി എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് ഇനി ഭക്ഷണം കഴിക്കണം. പിന്നെ ഇവിടെ പ്രയർ റൂമും കാര്യങ്ങളൊന്നുമില്ല. ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ നല്ല ഉഷാർ തന്നെയാണ്. പ്രയർ റൂം ഇതിലില്ല, പക്ഷേ ടൂലുണ്ട്. ഇവിടെ ഗാന്ധിജിയുടെ ഒരു ചെറിയൊരു ഷോപ്പുണ്ട്. പല സാധനങ്ങളും ഗാന്ധിജീൻ്റെ കാര്യങ്ങളൊക്കെ വിൽക്കുന്ന CD-യും ബുക്കും ഡ്രസ്സ് പിന്നെ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. വണ്ണിലെ ലോഞ്ചുണ്ട്. 2 രൂപക്ക് ഭക്ഷണം കഴിക്കുന്ന ലോഞ്ചില്ലേ, ആ ലോഞ്ച് തിരഞ്ഞു പോവാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഭക്ഷണം കഴിക്കണം. എന്നിട്ട് അമൃത്സറിലേക്കാണ് ഇന്നത്തെ യാത്ര. ഇതൊരു പുതിയ സിസ്റ്റമാണ്. ഇതിൽ നമുക്ക് സ്വൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൗണ്ടറിൽ നിൽക്കണമെന്നില്ല. ജസ്റ്റ് അതിൻ്റെ ഉള്ളിലേക്ക് ആ ഒരു പ്രിൻ്റ് ഔട്ടായിട്ട് നേരിട്ട് അങ്ങോട്ട് പോയാൽ മതി. ഈ കാണുന്ന ട്രാവൽ ക്ലബ്ബ് ലോഞ്ച് ഇവിടെയാണ് നമുക്ക് പോകാനുള്ളത്. അപ്പോൾ ഞാനിനി ഇതിൻ്റെ അകത്ത് കയറി ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ അങ്ങനെ കാണാം. ട്രാവൽ ക്ലബ്ബ് എന്നതിൻ്റെ പേര്, ലോഞ്ച് ആൻഡ് ബാർ. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ അകത്തേക്ക് കയറിയിരിക്കുന്നത്. നമ്മുടെ ഫ്ലൈറ്റ് പോകുന്നതിൻ്റെ ഏകദേശം ഒരു 3 മണിക്കൂർ മുമ്പുള്ള ഇതിലേക്ക് പെർമിഷൻ കിട്ടി. ഞാൻ കുറേ നേരത്തെ തന്നെ വന്നിരിക്കുന്നു, പക്ഷേ ഇതിനുള്ളിലേക്ക് ഒരു പെർമിറ്റ് തന്നില്ല. ഇപ്പോൾ എനിക്ക് 3.5 മണിക്കൂർ നേരത്തെ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞവരോട് വീഡിയോ എടുക്കേണ്ട ആവശ്യമുണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ഭക്ഷണ സാധനങ്ങൾ എന്തൊക്കെയുള്ളതെന്നൊക്കെ നോക്കാം. ഇവിടെ ഒറ്റ ലോഞ്ചുള്ളൂ. 1-ൽ. 2-ൽ 2 ലോഞ്ചുണ്ട്. ഇതിവിടെ ഒരു സൂപ്പാണ് ആ കാണുന്നത്. പിന്നെ ഇവിടെ കൊക്കക്കോല, സ്പ്രൈറ്റ്, ഇത് നാരങ്ങ വെള്ളം, പിന്നെ ടാങ്കിൻ്റെ ഓറഞ്ച് ജ്യൂസ്, പിന്നെ ബ്രെഡ് സാൻഡ്വിച്ചാണ് ഈ കാണുന്നത്. വെജിറ്റബിൾ ബ്രെഡ് സാൻഡ്വിച്ച്, ബ്രെഡിൻ്റെ സ്ലൈസ്ഡ് ബ്രെഡാണ്. ഇത് ചിക്കൻ ആണ്. അങ്ങനെ ഓരോന്നോരോന്നും അങ്ങനെ കാണാം നമുക്ക്. ഇതും ചിക്കൻ തന്നെയാണ്. ഇതൊരു കറിയാണ് ഈ കാണുന്നത്. ഇത് ജസ്റ്റ് ഇപ്പം വെച്ചിട്ടുള്ളൂ ഇവിടെ. ഇത് റൈസാണ് ഈ കാണുന്നത്. മക്രോണ, കുറച്ച് മസാലയൊക്കെ ഇട്ടിട്ടുള്ളത്. ഇതുവരെ സ്ഥിരം ദാൽ കറി, പരിപ്പ് കറിയാണ്. ഇത് നമ്മുടെ ബലീല കടല കറിയാണ്. ഇത് പനീർ, പിന്നെ ടീ ബാഗ്സ് കാര്യങ്ങൾ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ളത്. ഇതാണ് അതിൻ്റെ ഒരു ലോങ് വ്യൂ. ഒരു കോർണറിലാണ് ഇതുള്ളത്. ഇനി ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ വരാനുണ്ട്, എത്തിയിട്ടില്ല. ഇപ്പം സമയം പിന്നെ 4:30 മണി ആയിട്ടുള്ളൂ. അതായത് പിന്നെ ലഞ്ച് കഴിഞ്ഞിട്ടുണ്ട്. വൈകുന്നേരത്തെ 4 മണി പലഹാരം കടി എന്നൊക്കെ പറഞ്ഞില്ല, അതേപോലത്തെ ഒരു സമയമാണ്. പിന്നെ ലഞ്ചിന് വേറെയാണ്. ഇനി ഡിന്നർ വേറെ ഇരിക്കും, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് വേറെ ഇരിക്കും. ഇതാണ് ഇതിൻ്റെ ഉൾഭാഗം കംപ്ലീറ്റ്. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അത്യാവശ്യത്തിനുള്ള. ഇത് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളും ഒക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇനി കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ എടുക്കണം. ഒക്കെ ടേബിളിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ എൻ്റെ ഒരു പോളിസി. ഇത് ബ്രെഡ് പൊരിച്ചതാണ് ഈ കാണുന്നത്. ഇത് അച്ചാറാണ്, കോളിഫ്ലവറിൻ്റെ. പിന്നെ ഒലീവ് കായ ഉണ്ട്, പലവിധ കളറിലുള്ള ക്യാപ്സിക്കുകളുണ്ട്, പിന്നെ ക്യാരറ്റ് ഉണ്ട്. ഇതാണ് ഇവിടുത്തെ ഷെഫ്, മെയിൻ ഷെഫാണ് അദ്ദേഹം. ഇത് കുറച്ച് സ്വീറ്റ്സ് കാര്യങ്ങളുണ്ട്. ഈ സൈഡിൽ ഡെസേർട്ട് ഉണ്ട്. നാം ക്യാ ഹേ? मेरा नाम सचिन दलू. പുള്ളിക്കാരനാണ് ആള്. ഇത് ജിലേബി. അപ്പോൾ എല്ലാവരും ഞാൻ എൻ്റെ ടേബിളും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഭക്ഷണം കഴിക്കാൻ പോവാണ്.
ഇത് പാനിപൂരിയും പിന്നെ ഗോതമ്പിൻ്റെ പൊറാട്ടയാണുള്ളത്. ഇത് കുറച്ച് പായസം, പിന്നെ ബ്രെഡ്, പിന്നെ തഹീന ഒക്കെയാണ്. അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു റെസ്റ്റ് എടുക്കുന്ന റൂം വേറെ ഉണ്ട്. അപ്പോൾ അവിടെ കുറേ ന്യൂസ് പേപ്പറുകളും കാര്യങ്ങളുണ്ട്. മലയാളത്തിൻ്റെ ഒരു തരിമ്പ് പോലില്ല. കംപ്ലീറ്റ് ഹിന്ദി, ഇംഗ്ലീഷ് ഈ രണ്ട് ഇതിലുള്ള പത്രങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളത്. ഇപ്പോൾ എയർപോർട്ട് ലോഞ്ച് കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട്. കാരണം എല്ലാ ബാങ്കിലെ കാർഡ് ഇപ്പോൾ അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. സ്പെഷ്യലായിട്ട് കണ്ടമാനം ആളുകൾ ഇങ്ങനെ കയറി ഇറങ്ങിയിട്ട് ഇവർ കുറേ നിയമങ്ങൾ പലതും മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഇങ്ങനെ കാണാം. ഇത് ബാർ സെക്ഷനാണ്. ഇവിടെ നമുക്ക് ഹറാമായ സാധനമാണ്. ബാർ സെക്ഷനിൽ പൈസ കൊടുത്തിട്ടും കിട്ടുക, ഫ്രീ കിട്ടില്ല. ഇതാണ് കൗണ്ടർ. ഇത് വേറൊരു ജ്യൂസുകൾ മാത്രം വെക്കുന്ന സ്ഥലമാണ്. ഇത് നമുക്ക് ജ്യൂസ് എടുത്ത് കുടിക്കാം, ഏത് ജ്യൂസ് എടുത്ത് കുടിക്കാം. ഇതൊരു ലോങ് വ്യൂ ആണ് അതിൻ്റെ ഉൾഭാഗത്തുള്ള. ഞാനൊരു കോർണറിൽ നിന്ന് അങ്ങനെ എടുക്കുകയാണ് ഈ കാണുന്നത്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. മലയാളിയുടെ ആരും കാണുന്നില്ല, ആരും. കംപ്ലീറ്റ് ഹിന്ദിക്കാരനാണുള്ളത്. കുറച്ച് പിന്നെ വിദേശികളും കാണുന്നുണ്ട് എൻ്റെ ഉള്ളിൽ. അപ്പോൾ ഞാൻ കുറച്ച് സൂപ്പ് കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ നേരത്തെ സൂപ്പ് കുടിച്ചിട്ടില്ലായിരുന്നു. അപ്പം ഇനി കുറച്ച് സൂപ്പ് കുടിക്കട്ടെ ഞാൻ. അപ്പോൾ അത്യാവശ്യം ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ഞാനിനി പോവുകയാണ്. ഇനി രാത്രി 10 മണിക്കുള്ളൂ പഞ്ചാബിലെത്തുക. അപ്പോൾ ഇനി നമ്മുടെ ഗേറ്റിലേക്ക് അങ്ങോട്ട് പോകണം. പിന്നെ അവിടുന്ന് ഫ്ലൈറ്റ് കയറണം. മുംബൈ അമൃത്സർ ഫ്ലൈറ്റ് യാത്ര 2 മണിക്കൂറും 20 മിനിറ്റാണുള്ളത്. രാത്രിയാണ് അവിടുത്തെ. പിന്നെ അവിടുന്ന് അമൃത്സറിലേക്ക് ഏകദേശം ഒരു 15-20 കിലോമീറ്ററിന് താഴെയുള്ളത്. പാകിസ്ഥാനിക്ക് പോവാണ്. വലിയൊരു കടമ്പയാണ് പാകിസ്ഥാനിക്ക് പോകാന്ന് പറഞ്ഞത്. അതിന് ഒരുപാട് കടമ്പകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ യാത്ര പുറപ്പെട്ടിട്ടുണ്ട്. കുറച്ച് സമയം പിടിക്കും നമുക്ക് അവിടേക്ക് എത്തിപ്പെടാൻ. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണും. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ടൈം അയക്കുന്നത്. ഇനി നേരെ ഗേറ്റിലേക്ക് പോവുകയാണ് ഞാൻ. ഇനി ബാക്കി നമുക്ക് അവിടുന്ന് കാണാം. ഇതാണ് ഗേറ്റ് നമ്പർ 24 നമ്മളുടേത്. അപ്പോൾ ഇനി അങ്ങനെ നേരെ ഫ്ലൈറ്റ് കയറാൻ പോവാണ്. ഇപ്പോൾ സമയം 8 മണിയായി. അങ്ങനെ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ രാത്രിയാണ്. രാത്രി കാര്യമായിട്ട് കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല. കാരണം അങ്ങനെയാണ്. എനിക്ക് പകൽ യാത്രയാണ് ഇഷ്ടം. പക്ഷേ 2 മണിക്കൂറും ചില്ലറേ ഉള്ളത്. അതുകൊണ്ട് ഇതറിയുമ്പോഴത്തേക്ക് എത്തുകയും ചെയ്യും. അങ്ങനെ മുംബൈയിൽ നിന്നും വിട പറഞ്ഞു. മുംബൈയുടെ ആകാശക്കാഴ്ചകൾ നമുക്ക് കാണാം. രാത്രി കാഴ്ചയിൽ ആകെ രസം ആ ടൗണിലുള്ള ലൈറ്റും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. വേറൊരു കാര്യവും ഉണ്ടാവില്ല. ഇതാണ് നമ്മുടെ മുംബൈ എയർപോർട്ടും അതിൻ്റെ പരിസരവും കാര്യങ്ങളൊക്കെ. അങ്ങനെ അമൃത്സറിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഫ്ലൈറ്റിൻ്റെ അകത്ത് ലൈറ്റൊക്കെ ഇട്ടിരിക്കുന്നത്. മറ്റേ മുമ്പ് ലൈറ്റൊക്കെ ഓഫാക്കിയിട്ടായിരുന്നു. കൂടുതലും സിംഗാരാണ് ഉള്ളത്. പഞ്ചാബിലായതുകൊണ്ട് സിംഗാരാണ് കൂടുതലുള്ളത്. ഡൽഹിയിൽ നിന്ന് എപ്പോഴും ഫുള്ളാണ് ഇവിടേക്കുള്ള ഫ്ലൈറ്റ്. ഡൽഹിയിലാണ് കൂടുതൽ സിംഗാരുള്ളത്. അപ്പോൾ ഇതാണ് ആകാശക്കാഴ്ച. അമൃത്സർ എയർപോർട്ടിൻ്റെ ആകാശക്കാഴ്ചയാണ് ഈ കാണുന്നത്.
ഒരു മഴ പെയ്ത പോലെ ഉണ്ട്, ആകെ നനഞ്ഞിരിക്കുന്നു. ഇവിടുത്തെ എയർപോർട്ടിൻ്റെ പേരാണ് കാണുന്നത്, ശ്രീ ഗുരു രാംദാസ് ജി ഇൻ്റർനാഷണൽ എയർപോർട്ട്. അപ്പം ഇനി നേരെ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങുക, ഒരു ടാക്സി വിളിക്കുക, നേരെ ഗോൾഡൻ ടെമ്പിളിൻ്റെ അവിടെ പോയിട്ട് ഹോട്ടലിൽ അവിടെ താമസിക്കുക. ഇതാണ് ഇന്നത്തെ പരിപാടി. പിന്നെ നാളെ രാവിലെ എണീച്ചിട്ട് പിന്നെ ബാക്കി പരിപാടികളും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവിടുന്ന് ഇവരോടൊക്കെ യാത്ര പറഞ്ഞങ്ങോട്ട് പുറത്തിറങ്ങുകയാണ്. നല്ല തണുപ്പുണ്ട് ഇവിടെ, അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഞാൻ ജാക്കറ്റ് എടുത്തിട്ടില്ല, മഴ പെയ്തിട്ട് ആകെ നനഞ്ഞിരിക്കുന്നു ഇവിടെയൊക്കെ. മഴ ആണെങ്കിൽ ആകെ കൊളാവും ചെയ്യും. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള കാഴ്ചകൾ, എയർപോർട്ടിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ ഞാൻ മുമ്പ് കാണിച്ചിരുന്നു. ഇതാണ് എയർപോർട്ടിൻ്റെ പുറംഭാഗം കംപ്ലീറ്റ്. ഇത് നമ്മുടെ ഫ്ലൈറ്റ്. ഏതോ 2 പാർട്ടികൾ ഇങ്ങനെ വർത്തമാനം പറഞ്ഞു. അതുകൊണ്ട് നമ്മുടെ ബസ് അങ്ങനെ വെയിറ്റ് ചെയ്ത് ഞാൻ ബസ് കയറി ഇരിക്കുകയാണ് ഇപ്പോൾ. ആ കാണുന്നതാണ് എയർപോർട്ട്. അപ്പം ഇനി ബസ്സിൽ നമ്മൾ നേരെ എയർപോർട്ടിൻ്റെ അങ്ങോട്ട് ലഗേജ് എടുക്കുന്ന ഭാഗത്തേക്ക് പോവുകയാണ്. അങ്ങനെ ബസ് നമ്മുടെ ശ്രീ ഗുരു രാംദാസ് ജി ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ലഗേജൊക്കെ എടുക്കുന്ന ആ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇനി ബസ്സിൽ നിന്ന് ഇറങ്ങുക, നേരെ പോവുക. ഇവിടെ എയർപോർട്ട് ഇറങ്ങിയ ഉടനെ തന്നെ നമ്മൾ ടാക്സി എടുക്കണം, അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ വണ്ടി കിട്ടൂല. കാരണം ഒരു ഉൾഗ്രാമത്തിലാണ് നിൽക്കുന്നത്. ഇവിടെയൊക്കെ ആകെ ചളിവിളിയായിട്ടുണ്ട്, കണ്ടില്ലേ, വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. അപ്പം നമ്മളെ ഡോറ് തുറന്നിട്ടില്ല. അപ്പോൾ ഡോറ് തുറന്നിട്ട് ഞാനാണ് ഫ്രണ്ടിൽ തന്നെ ഉള്ളത്. അപ്പം ഞാനായിട്ട് ചാടി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഡൊമസ്റ്റിക് അറൈവൽ. ഇത് ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഇവിടെ ഒരുപാട് ലണ്ടൻ, കാനഡ യാത്രക്കാരൊക്കെ ഉണ്ട്, ഈ പഞ്ചാബികൾ. അതുകൊണ്ട് ഇവിടെ ഇത് ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. അവിടുന്ന് തന്നെയുള്ള കൂടുതൽ ഫ്ലൈറ്റുകളുള്ളത്, അല്ലാണ്ട് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് അമൃത്സറിൽ നിന്നില്ല. പഞ്ചാബികൾ കുറേ കാനഡയിലും പിന്നെ ലണ്ടനിലൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ലഗേജ് വരുന്ന ബെൽറ്റാണിത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനി നേരെ നമുക്ക് പുറത്തിറങ്ങുകയാണ്. ഇവിടെ കുറേ മുമ്പ് ഒരു ഉച്ചകോടിയൊക്കെ നടന്നിരുന്നു. ഞാൻ മുമ്പ് ഇതിൻ്റെ ഒരു വീഡിയോ കാണിച്ചിരുന്നു കുറച്ച് മുമ്പ്. അപ്പം ഇനി നേരെ പുറത്തിറങ്ങുക, നേരെ വണ്ടി വിളിക്കുക, പോവുക. എയർപോർട്ടിൻ്റെ പുറത്ത് ഒരുപാട് പഞ്ചാബികൾ സ്വീകരിക്കാനുണ്ട്. മറ്റുള്ള നമ്മുടെ സ്വീകരിക്കാനല്ല കേട്ടോ, ഒരു കുടുംബക്കാരെ സ്വീകരിക്കാനുള്ളതാണ്. അപ്പോൾ ഞാൻ പുറത്ത് കിടക്കുകയാണ്. ഇതിൻ്റെ പുറത്തുള്ളൊരു കവാടാണ്. ഇത് പഞ്ചാബിലെ അമൃത്സർ റെയിൽവേ സ്റ്റേഷൻ്റെ മെയിൻ ഭാഗം. 2 ഭാഗമുണ്ട്, ഇത് മെയിൻ ഭാഗമാണ്. അപ്പം ഞാനിന്ന് പാകിസ്ഥാനിലേക്ക് പോവാണ്. അപ്പോൾ പാകിസ്ഥാനിലേക്ക് പോകാൻ ഇവിടുന്ന് പാകിസ്ഥാൻ ബോർഡർ വരെ ഒരു ട്രെയിനുണ്ട്, ഒരു റെയിൽവേ സ്റ്റേഷനുണ്ട് അവിടേക്കാണ് പോകുന്നത്. അപ്പോൾ ഇനി ടിക്കറ്റൊക്കെ എടുക്കുന്നത് 35 രൂപയാണ് ഇവിടുന്ന് അങ്ങോട്ടേക്ക് ടിക്കറ്റ് ചാർജ്. ഇപ്പോൾ സമയം 4:15. അപ്പോൾ ഇനി നമ്മുടെ ട്രെയിൻ വരാണ്ട്. അത് ചെറിയ ട്രെയിനാണെന്ന് പറഞ്ഞു. ആകെ 2 ട്രെയിൻ അവിടുന്ന് അങ്ങോട്ടേക്കുള്ളത്. 4:20 ട്രെയിൻ വരിക. ഇപ്പം നമ്മൾ ട്രെയിൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് ട്രെയിൻ. അപ്പം ഞാൻ എന്നാലേ ട്രെയിനിൻ്റെ അകത്തേക്ക് കയറാണ്. ഈ ട്രെയിനിൻ്റെ നമ്പർ 06921 അമൃത്സറിൽ നിന്ന് ദേരാബാബ നാനാക്കിലേക്കുള്ള രാവിലെ ഒരു ട്രെയിനുണ്ട്. ഇതിപ്പോൾ 4:20 രാവിലെ പുറപ്പെട്ടിട്ട് 5:50 അവിടെ എത്തും. ഇതെല്ലാതും ഒരു ഹാള് മോഡലിലാണ്. നമ്മുടെ ഒരു പഴയ കാല ട്രെയിൻ. നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനത്തെ ട്രെയിൻ ഉണ്ടാവില്ല. അപ്പം ഇനി ഇതിനുള്ളിലെ കാഴ്ചകളൊക്കെ നമുക്ക് അങ്ങനെ അങ്ങോട്ട് കാണാം. നല്ല വൃത്തിയാണ് ഈ ട്രെയിനിൽ. ആകെ 4 ബോഗിയുള്ളത് ഇതിലുള്ളത്. ഇതിൽ ആകെ കടലൊക്കെ തിന്നിട്ട് ഇതാക്കിക്കുന്നു. അപ്പോൾ നമ്മൾ അമൃത്സറിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അമൃത്സറിൽ നിന്ന് പുറപ്പെട്ട 7ാമത്തെ സ്റ്റേഷനാണ് നമ്മുടെ ദേരാബാബ നാനാക്ക്. ഇതിപ്പോൾ അമൃത്സറിന് ഇപ്പോൾ അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. കംപ്ലീറ്റ് രാത്രി ആയതുകൊണ്ട് പുറത്തെ കാഴ്ചകളൊന്നും കാണാൻ കഴിയൂല, അങ്ങനെയാണുള്ളത്. ഇതിലിപ്പോൾ ആകെ ഒരാൾ ഞാനാണുള്ളത്, ബാക്കിയുള്ളവരൊക്കെ പഞ്ചാബികൾ. പഞ്ചാബികളിൽ നിന്ന് ആകെ ഒരു കൈയിൻ്റെ വിരലിലെണ്ണാൻ മാത്രമുള്ള ആൾക്കാരുള്ളൂ.
ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അമൃത്സറിന്ന് വിട്ടാൽ പിന്നെ 7ാമത്തെ സ്റ്റേഷനാണ് പിന്നെ ഈ ദേരാ ബാബ നാനാക്ക്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേഷൻ്റെ പേരാണ് വെർക്ക ജംഗ്ഷന്, പിന്നെ മാജിദ, പിന്നെ ഫത്തേഹ്റാഹ് ചുറിൻ, പിന്നെ ഹർദോവാല്, രാംദാസ്, പിന്നെ രത്താർ ചത്താർ, പിന്നെ ദേരാ ബാബ നാനാക്ക്. ഇതൊക്കെ ഒരു പഴയകാല മോഡലിലാണ് ഈ സ്റ്റേഷനുകളൊക്കെ ഉള്ളത്. ഇതിലൂടെ ഞാൻ നേരത്തെ പറഞ്ഞത് ഒരൊറ്റ ട്രെയിനാണ് രാവിലെ പോകുന്നത്, പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വൈകുന്നേരം ഒന്ന് മടങ്ങുകയും ചെയ്യും. ഇരുട്ടായതുകൊണ്ട് പുറമെ നിന്നും തീരെ കാഴ്ചയില്ല. അന്ന് 2 പാർട്ടികൾ ഇറങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട് ഇവിടെ ഈ ഒരു ഭാഗത്ത്. ഞാൻ ജാക്കറ്റൊന്നും ഇട്ടിട്ടില്ല. അമൃത്സറിന്ന് ദേരാ ബാബ നാനാക്ക് 53 കിലോമീറ്ററാണ് ദൂരമുള്ളത്. ഇപ്പൊ സമയം 6 മണി. ഇപ്പൊ നമ്മളിവിടെ എത്തിക്കുന്നു. ദേരാ ബാബ നാനാക്കിൽ ഇറങ്ങാൻ പോവാണ്. अब कहाँ से आए? കേരള. केरला. ओके. ये लास्ट स्टेशन है, लास्ट का. ഇപ്പൊ സമയം 6 മണി. ഒരു 3-4 ആളുള്ള ആകെ ഇവിടെ ഇറങ്ങിയിട്ടുള്ളൂ. അകത്താ തന്നെ ഉള്ളത്. എനിക്കാണെങ്കിൽ ഒരു പേടി പോലെ തോന്നുന്നുണ്ട്, ഇരുട്ടായിട്ട്. പിന്നെ ഇവിടെ ആരുമില്ല. ഇനി വെളിച്ചം വരാണ്ട് പുറത്ത് പോകാനും പറ്റില്ല. ഇവിടുത്തെ അവസാനത്തെ സ്റ്റേഷനാണ്. ഇനി ഇവിടുത്തെ സ്റ്റേഷൻ മാസ്റ്റർ ഒന്ന് കാണണം. കണ്ടിട്ട് എന്താ പരിപാടി എന്ന് ആലോചിക്കണം. കാരണം ഒരു ഓട്ടോ കിട്ടണമെങ്കിൽ തന്നെ കുറച്ച് നേരം പിടിക്കും ഇവിടുന്ന്. കാരണം ഇരുട്ടാണ്. രാവിലെ വെളിച്ചം വരാണ്ട് എത്തൂലല്ലോ. സ്റ്റേഷൻ മാസ്റ്ററാണ് ഇദ്ദേഹം. അദ്ദേഹത്തെ ഞാൻ നേരത്തെ പരിചയപ്പെട്ടിരുന്നു കുറച്ച് നേരത്തെ. അപ്പോൾ അദ്ദേഹം പൂട്ടി പോവുകയാണ് പുള്ളിക്കാരൻ. നല്ല തണുപ്പിൽ പിന്നെ ബ്ലാങ്കറ്റൊക്കെ പൊയിഞ്ഞിട്ടാണ് ഉള്ളത്. ഇതാണ് സ്റ്റേഷൻ്റെ ഭാഗം. അദ്ദേഹം പറഞ്ഞു എൻ്റെ മൂപ്പരെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അപ്പം ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയിട്ട് ഒന്ന് വെളിച്ചം വന്നിട്ട് ഇങ്ങോട്ടേക്ക് വരാമെന്ന് വിചാരിക്കുന്നുണ്ട്. സ്റ്റേഷൻ മാസ്റ്ററെ കൂടെ ഞാൻ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിക്കുന്നു. ഞാനിപ്പോൾ ഉള്ളത് ഇന്ത്യയുടെ ഏറ്റവും അവസാനത്തെ റെയിൽവേ സ്റ്റേഷനിലാണ്. ദേരാ ബാബ നാനാക്ക്. ഇതാണ് ഇവിടുത്തെ ലാസ്റ്റ് സ്റ്റേഷന്. പിന്നെ ഉള്ളതൊന്ന് അട്ടാരി സ്റ്റേഷനാണ്. അപ്പൊ ഇന്ന് പാകിസ്ഥാനിലേക്ക് പോവുകയാണ്. അപ്പൊ ഇവിടുത്തെ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഇനി ഇവിടുന്ന് ഏകദേശം 1 കിലോമീറ്റർ ദൂരമുണ്ട്. സ്റ്റേഷൻ മാസ്റ്റർ എന്നൊക്കെ പറഞ്ഞാൽ വലിയ പ്രായമൊന്നുമില്ല കേട്ടോ. ആകെ 25 വയസ്സുള്ള ഒരു പയ്യനാണ്. ഇവനാണ് സ്റ്റേഷൻ മാസ്റ്റർ. അപ്പോൾ അവൻ എന്നോട് കുറച്ച് ഇരുട്ട് കഴിഞ്ഞിട്ട് വിളിച്ചു വന്നിട്ട് വന്നാൽ മതിയാണ്, എൻ്റെ ഒപ്പം പോരുന്ന് തന്നെ. അവൻ്റെ പിന്നാലെ ഞാനിങ്ങനെ പോവുകയാണ്. അവൻ പറഞ്ഞു ഇവിടെ അധികം നിന്നാൽ പ്രശ്നമാണ്. കാരണം പട്ടാളക്കാരൊക്കെ ഒറ്റയ്ക്ക് നിന്ന് കണ്ടു കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഞാനൊന്ന് വിളിച്ചു വന്നിട്ട് ഇങ്ങോട്ട് വന്നോന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവൻ്റെ ഒപ്പം ഒന്ന് ഇങ്ങനെ കുറച്ചങ്ങോട്ട് നടന്നു പോവുകയാണ് ഞാൻ. നാം ക്യാ ഹൈ ആപ്കാ? ഇന്ദ്രജിത് സിംഗ്. അവൻ്റെ പിന്നാലെ ഞാൻ ഇങ്ങനെ പോവുകയാണ്. ഇവിടെ ഒരു ഗുരുദ്വാര ഉണ്ട്. അവിടെ നിന്നാണ് ഈ ഒരു ഭജന കേൾക്കുന്നുണ്ട് കണ്ടില്ലേ. അപ്പം ഇനി വെളിച്ചം വന്നിട്ട് ഇങ്ങോട്ട് പോകണം. അവൻ കുറേ ക്ഷണിക്കുന്നുണ്ട് വീട്ടിലേക്ക്. പക്ഷേ ഞാൻ പോകുന്നില്ല എന്ന് ഇരിക്കുന്നത്. ഇനി അവന് അടുത്ത ട്രെയിൻ വരുമ്പോഴുള്ളൂ അവന് ഇങ്ങോട്ടേക്ക് ഡ്യൂട്ടിക്ക് വരുള്ളൂ. അതുവരെ അവന് വീട്ടിലിരിക്കും എന്ന് പറഞ്ഞു. ഇതൊക്കെ കോളിഫ്ലവർ ആണ്. ആ കാണുന്നതൊക്കെ മഞ്ഞാണ്. ആ കാണുന്നത് അത്യാവശ്യം നല്ല തണുപ്പുണ്ട് ഇവിടെ. ഇപ്പം സമയം 6:40. ഞാനൊന്ന് പുറത്തുകൂടെയൊക്കെ ഒന്ന് കറങ്ങിയിട്ട് തിരിച്ചിവിടെ സ്റ്റേഷനിലേക്ക് തന്നെ എത്തിയിട്ടുള്ളതാണ്. ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഇവിടെ ഉള്ളത്, വേറെ ആരുമില്ല. ഇത് ദേരാ ബാബ നാനാക്ക്, ഇന്ത്യയുടെ പഞ്ചാബിലുള്ള ബോർഡറിലുള്ള റെയിൽവേ സ്റ്റേഷൻ. ഇനി ഇവിടെ നിന്നിട്ട് നേരെ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ 1 കിലോമീറ്റർ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ബോർഡറായി. അതുവരെയുള്ളൂ നമ്മുടെ റെയിൽ ഉള്ളത്. ട്രെയിൻ ഇന്ത്യയിലെ ഏറ്റവും ലാസ്റ്റ് ട്രെയിൻ സ്റ്റേഷനാണ് ഈ ദേരാ ബാബ നാനാക്ക്. പിന്നെ വേറെ ഒന്നുള്ളത് അട്ടാരി സ്റ്റേഷനാണ്. അത് ഞാൻ മുമ്പ് കാണിച്ചിരുന്നു, പഞ്ചാബിൽ തന്നെ ഉള്ളത്.
ഇവിടെ വളരെ കുറഞ്ഞ സർവീസാണ് ഉള്ളത്. നല്ല നല്ല രസമാണ് അവിടുത്തെ സംഭവങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് സ്റ്റേഷനൊക്കെ ഒന്ന് കറങ്ങി കാണാം. ഇപ്പോൾ സമയം രാവിലെ 7 മണിയായിട്ടുണ്ട്. ഇനി ബാക്കി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ നന്നായിട്ട് കറങ്ങിയിട്ട് ഇവിടുത്തെ എല്ലാ കാഴ്ചകളൊന്ന് കണ്ടിട്ട് പോവാം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിൻ്റെ മുമ്പേ ഉള്ള റെയിൽവേ സ്റ്റേഷനാണിത്. ഈ ഭാഗങ്ങളിലെ സ്റ്റേഷനിൽ ഒരുപാട് പഴയതാണ്. പഴയ പറഞ്ഞാൽ അന്ന് കാലത്ത് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇതാണ് അവിടുത്തെ സ്റ്റേഷൻ കണ്ടത്. ഇതാണ് ഇതിന്റെ എൻട്രൻസ്. പുറത്തേക്ക് കടക്കാനുള്ളതും വരാനുള്ളതും. ഇപ്പൊ ഈ സ്റ്റേഷനിൽ ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. ഇതിന്റെ പുള്ളിക്കാരൻ കൂട്ടി പോയി. ഇവിടെ അധികം കറങ്ങാൻ പറ്റില്ല, കാരണം ഇവിടെ ബോർഡർ ആയതുകൊണ്ട് എപ്പോഴും പ്രശ്നങ്ങളാണ്. ചെക്കിങ്ങും കാര്യങ്ങളും പോലീസുകാർ വട്ടാളക്കാർ കണ്ടിട്ടുണ്ടെങ്കിൽ പ്രശ്നം അടിച്ച് ആത്തായിക്കാളും. ഇവിടുന്നാണ് ദേരാ ബാബ നാനാക്ക് തുടങ്ങുന്നത്. എന്നിട്ട് നേരെ പോകുന്നത് അമൃത്സറിലേക്ക്, പഞ്ചാബിലേക്ക്. അങ്ങനെ വന്നിട്ട് ഇതിലെങ്ങനെ വന്നിട്ട് അവിടേക്കാണ് പാകിസ്ഥാനുള്ളത്. അവിടെ മറ്റേ ബോർഡർ കണ്ടില്ലേ, മറ്റേ ബോർഡ് അങ്ങ് ദൂരത്തിട്ട്. അതായത് പ്ലാറ്റ്ഫോമിന് വളരെ ചെറിയതാണ്. ഒരു 4 ബോഗിയാണ് ആകെ ഇങ്ങോട്ടേക്ക് വരുന്നത് ട്രെയിന്. രാവിലെ 4:20 അമൃത്സറിന് പുറപ്പെടും. പിന്നെ ഒരു 6:05 എത്തും. അതിൻ്റെ ഇടയിൽ 5-6 സ്റ്റേഷനുകളും ഒക്കെ ഉള്ളത്. പാകിസ്ഥാന് പോകാനുള്ള നമ്മളെ പാസ്പോർട്ടും പിന്നെ ഇമിഗ്രേഷൻ ചെയ്യുന്ന ആ ഒരു ഭാഗം തുറക്കാൻ 8:30 മണിയാവും. അപ്പോൾ 8:30 മണിയാകുമ്പോഴത്തേക്കും അങ്ങോട്ട് പോയാൽ ഏകദേശം ഒരു 10 മിനിറ്റ് കൊണ്ട് അവിടേക്ക് എത്തും. അപ്പോൾ അതുവരെ ഇവിടെയൊക്കെ പരിസരമൊക്കെ ഒന്ന് കറങ്ങി കാണണം. ഇവിടെ ട്രെയിൻ വരുമ്പോൾ സമയത്ത് മാത്രമുള്ളൂ ഉദ്യോഗസ്ഥനാണ്. ആകെ ഒരാളുള്ളത് 30 കൂട്ടി പോയിക്കുന്നു. അതുകൊണ്ടല്ലേ ഇതൊക്കെയാണ് ഓഫീസും കാര്യങ്ങളും. ഇതോടെ കൂട്ടിക്കുന്നു. സ്റ്റോക്ക് റൂം ഇത് കൂട്ടിയിട്ടുണ്ട്. പിന്നെ ഇതൊന്നും തുറക്കലൊന്നുമില്ല. ഇതല്ല ഇത് വെയിറ്റിംഗ് റൂമാണ്. ഈ വെയിറ്റിംഗ് റൂമിന് തുറക്കലൊന്നുമില്ല. ആകെ പൊടി പിടിച്ച് കിടക്കുന്നു. ഇത് ഇവിടുത്തെ ട്രെയിനിൻ്റെ സമയങ്ങളും കാര്യങ്ങളാണ്. ഇവിടെ അമൃത്സറിലേക്ക് ആകെ 2 ഉള്ളത്. അതിൻ്റെ ഇടയ്ക്കുള്ള 1-2 സ്റ്റേഷനിലേക്ക് ട്രെയിൻ പോകുന്നുണ്ട്. പിന്നെ രാത്രി 7:20 ഇവിടെ നിന്നിട്ട് പോയി കഴിഞ്ഞാൽ 9:10 അമൃത്സറിലെത്തും. ഇപ്പം ഞാൻ പുറത്തേക്ക് കടന്നിട്ടുണ്ട്. ഞാനിപ്പോൾ പാകിസ്ഥാനിൽ പോകാൻ വേണ്ടി വന്നതാണ്. ഇപ്പോൾ വെളിച്ചാകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത്രയും നേരം ഇവിടെ അങ്ങനെ നിന്ന്. ഇനി ഒരു ഓട്ടോ വിളിച്ച് പോകണം. ഓട്ടോ വിളിച്ചിട്ട് പാകിസ്ഥാനിക്കല്ല കേട്ടോ, ബോർഡറിലേക്കാണ് പോകേണ്ടത്. പിന്നെ അവിടെ നിന്നിട്ട് ചാടലാണ് പാകിസ്ഥാനിക്ക്. ഇതാണ് റെയിൽവേ സ്റ്റേഷന്റെ എൻട്രൻസ്. ഇനി ഇവിടുന്ന് പുറത്തു പോയി അങ്ങനെ എന്തൊക്കെ അവസ്ഥ നോക്കട്ടെ, പുറത്ത് അങ്ങനെ കറങ്ങി നോക്കട്ടെ. ഇപ്പം സമയം 7:15. സൂര്യനിങ്ങനെ ഉദിച്ച് വരുന്നുള്ളൂ. ഇനി ഇവിടുന്ന് അങ്ങനെ നടന്നു പോകണം. നല്ല തണുപ്പുള്ളൊരു കാലാവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ. ഞാനിപ്പോൾ ഉള്ളത് ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിൽ തേരാ ബാബ നാനാക്കിലെ കോളിഫ്ലവർ ആണ് ഈ കാണുന്നത്. ഉണ്ടല്ലേ, അങ്ങ് ദൂരെ മഞ്ഞ് മൂടി കിടക്കുന്നത്. ഭയങ്കര തണുപ്പാണ് ഇവിടെ. കോളിഫ്ലവർ തോട്ടം കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഒരു പ്രായ സ്ത്രീ ഇവിടെ ബ്രെഡൊക്കെ പൊരിക്കുന്നുണ്ട്. എണ്ണ നല്ലോണം ചൂടാക്കിയിട്ട്
പഞ്ചാബ് സ്റ്റൈലിൽ പിന്നെ പുള്ളിക്കാരത്തി ഇവിടെ പൊരിക്കുകയാണ്. നല്ല തണുപ്പിന് ഈ ചൂടിട്ടുമ്പോൾ നല്ല രസമാണ് കാണാൻ. ഇത് അതിൻ്റെ ഉള്ളിൽ റൂമുണ്ട്. ഇവിടെ ഇതൊരു ഷെഡ് കെട്ടിയിരിക്കുകയാണ്. ഇവിടെ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കോളിഫ്ലവർ പൊരിച്ച് വെച്ചിരിക്കുകയാണ്. ഇവിടെ ഒരു ഇതുണ്ട്, എന്താ പറയുക, ഒരു ഉത്സവം. ആ ഉത്സവത്തിലേക്ക് വേണ്ടി ഗുരുദ്വാരയിലേക്ക് ഇവരെ വക നേർച്ചയാണ് തോന്നുന്നു, അതോ ഇവരെ കൊണ്ട് ഉണ്ടാക്കി അങ്ങനെ എന്താ തോന്നുന്നുണ്ട്. ഏതായാലും സംഭവം നമുക്കിത് കാണാം. നല്ല തണുപ്പുണ്ട് ഇവിടെ. അപ്പോൾ പ്രായമായ സ്ത്രീ, എനിക്കൊരു അവരെ കുടുംബക്കാരുണ്ട്, അവരെ ബൈക്കിൽ ഞാൻ അങ്ങനെ പോവുകയാണ്. അവരൊക്കെ ഫ്രീ എന്നെ അവിടെ കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. ഓട്ടോ വിട്ടാനൊക്കെ ഭയങ്കര പണിയാന്ന് പറഞ്ഞു. അപ്പോൾ ആ പ്രായമായ സ്ത്രീ നല്ല ചൂടുള്ള പാലൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ആ പാലൊക്കെ കുടിച്ച്, ഞാൻ ചായയും കാപ്പിയും കുടിക്കാത്ത ആളാണ്. അപ്പോൾ ഈ സിംഗാറിൻ്റെ ബാക്കിൽ പോകണം. അത് തന്നെ വഴിയിൽ കുറച്ച് കഴിഞ്ഞ് വണ്ടി കിട്ടുന്ന അവിടെ ഇറക്കി തരാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ബൈക്കുകാർ എന്നെ കുറച്ച് അപ്പുറത്ത് വണ്ടി കിട്ടുന്ന അവിടെ ഇറക്കി. ഞാനിപ്പോൾ ഒരു ഓട്ടോയിൽ പോവാണ്. നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിലേക്ക് പോകാൻ ഇനി ഒരുപാട് കടമകളുണ്ട്. നമ്മുടെ പേപ്പറുകളും വിസ പേപ്പറുകളും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം. ഇവിടെയാണത്. അപ്പോൾ നമ്മുടെ ഇതാണ് ഗേറ്റ് നമ്മൾ ID പ്രൂഫ് കൊടുക്കണം, പിന്നെ പാസ്പോർട്ട് കാണിച്ചു കൊടുക്കണം. അതൊക്കെ അവിടെ എൻ്റർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് കണ്ടിട്ട് കയറ്റി ചെയ്യുക. ഇവിടെയാണ് നമ്മുടെ ഫസ്റ്റ് ചെക്കിംഗ് ഉള്ളത്. ഇതാണ് മെയിൻ ഗേറ്റ്. ഇവിടെ തന്നെ ഒരു 5-8 പട്ടാളക്കാർ നിൽക്കുന്നുണ്ട്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ ഇങ്ങോട്ട് ഉള്ളിലേക്ക് കയറ്റുക. പാകിസ്ഥാനിക്ക് പോകാനുള്ള ആദ്യത്തെ കടമ്പാണ് കഴിഞ്ഞിട്ടുള്ളത്. ഇതാണ് എമിഗ്രേഷൻ ബിൽഡിങ്. ഇതിൻ്റെ പുറത്ത് പാർക്കിംഗ് ഉണ്ട്. ഇവിടെ നമ്മുടെ വണ്ടി ഇട്ട് വരികയാണെങ്കിൽ ഇവിടെ പാർക്ക് ചെയ്തില്ല. അതൊക്കെ പോകാൻ വേണ്ടി നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇനി ഇവിടെ ഒരു ചെക്കിംഗ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടുള്ളതിൻ്റെ അകത്തേക്ക് പിന്നെ അങ്ങോട്ട് കയറ്റുക. ഇതാണ് ആ ബിൽഡിങ്. ഇവിടെ ഒരു കേരളക്കാരനും കാണാനില്ല. കംപ്ലീറ്റ് പഞ്ചാബികൾ തന്നെയാണ് തോന്നുന്നത്. പാകിസ്ഥാൻ കാണാൻ തോന്നുന്നത്. ഇവിടെ സെൽഫി പോയിന്റ് ഒക്കെ ഉണ്ട്. നല്ല പൂന്തോട്ടം കാര്യങ്ങളൊക്കെയാണ്. ഒരുപാട് ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങോട്ട് പോകുമ്പോൾ ചെയ്യാറുള്ളത്, അവിടുന്ന് വരുമ്പോൾ ചെയ്യാറുള്ള കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് വിശദമായിട്ട് പിന്നെ പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഓരോരുത്തർ അങ്ങനെ ചെക്കിങ് നടക്കുന്നുണ്ട്. നമ്മുടെ പേപ്പറും കാര്യങ്ങളൊക്കെ, വിസ പേപ്പർ പ്രിൻ്റ് ചെയ്തത്, പിന്നെ RT-PCR എല്ലാ സംഭവവും നോക്കിയിട്ടുള്ള അങ്ങോട്ട് കയറ്റി വിടുള്ളൂ. അപ്പോൾ നല്ല ചെക്കിങ് നടക്കുന്നുണ്ട്. എൻ്റെ പേപ്പേഴ്സൊക്കെ ക്ലിയർ തന്നെയാണ്. അപ്പോൾ ഇനി എമിഗ്രേഷന് വേണ്ടിയിട്ട് അകത്ത് കയറുകയാണ്. ഇവിടേക്ക് കോറിഡോർ എന്നാണ് പറയുക. ഇത് എമിഗ്രേഷൻ സെൻ്ററാണ്. ഇത് 2019 നവംബറിൽ നമ്മളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ഒരു ഭാഗം. നല്ല അടിപൊളി കെട്ടിടമാണ് കാര്യം. ഇതിൻ്റെ തൊട്ടടുത്ത ഭാഗത്തൊരു മ്യൂസിയോ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് എമിഗ്രേഷൻ ചെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഉള്ള നമ്മളെ വിസ അടിക്കലും ചെക്കിങ്ങും ഒക്കെ ഇവിടെയാണുള്ളത്. ഇവിടെ ഒന്നും വീഡിയോ എടുക്കുന്നതിന് പ്രശ്നമില്ല. പക്ഷേ സെക്യൂരിറ്റീൻ്റെ അവിടെ വീഡിയോ എടുക്കാൻ അവർ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കി കംപ്ലീറ്റ് ആ ഭാഗത്താണത്. ബാക്കിയുള്ള എല്ലാ ഭാഗത്തും നമുക്ക് പ്രശ്നമില്ല. ഇപ്പം ഞാൻ വരി നിൽക്കുന്നത് നമ്മുടെ RT-PCR ഉണ്ട്, കോവിഡ്. അതിൻ്റെ ഒരു 72 മണിക്കൂറുള്ള റിസൾട്ട് വേണം. അത് ചെക്ക് ചെയ്തിട്ട് നമ്മുടെ വായയിൽ ഒരു പോളിയോ തുള്ളി മരുന്ന് എത്തിക്കും. ഇതാണ് ആ സംഭവം. അതിനുവേണ്ടി വരി നിൽക്കുകയാണ് എല്ലാവരും. ഇവിടെ കണ്ടില്ലേ, പോളിയോ സെൻ്ററാണ്. അവിടെ ഒരു ഡോക്ടർ, പിന്നെ ഒരു സിക്കുണ്ട്, മഞ്ഞക്കുപ്പായിട്ട് സിക്ക് എടുക്കണ്ടല്ലേ, അദ്ദേഹം പിന്നെ പോകുന്ന ആളുകളുടെ വായയിൽ പിന്നെ ഈ പോളിയോ മരുന്ന് എത്തിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അതിൽ പേപ്പറിൽ സീൽ വെച്ചിട്ട് അങ്ങോട്ട് കൊടുക്കുക. ഇങ്ങനത്തെ ഓരോ പ്രൊസീജിയറുണ്ട്. RT-PCR ഇപ്പോഴും വേണം ഇവിടേക്ക്. ഇവിടെ റിസ്ട്രിക്റ്റഡ് ആർട്ടിക്കിൾസാണ് ഈ കാര്യങ്ങളൊക്കെ. ഇതൊന്നും അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മൾ ഫ്ലൈറ്റ് യാത്ര പോലെ തന്നെ. പക്ഷേ ഈ ഒരു യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ബോർഡറിലേക്ക് നടന്നു പോവുകയാണ്. അതാണുള്ള പ്രത്യേകത, വേറൊന്നുമില്ല പ്രത്യേകത ഇവിടെ. ഈ ഒരു ഭാഗം ലാൻഡ് പോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യൻ്റെ കയ്യിലാണുള്ളത്. ഇവിടെ
എയർപോർട്ട് എന്ന് പറഞ്ഞ പോലെ ലാൻഡ് പോർട്ടാണ് ഇവിടെ ഉള്ളത്. പഞ്ചാബിൽ 2 സ്ഥലമുണ്ട്, ഒന്ന് വാഗാ ബോർഡറിലുണ്ട്, പിന്നെ ഈ ദേര ബാബ നാനാക്ക് ഈ ഒരു ഭാഗത്തും, അങ്ങനെ 2 സ്ഥലത്താണ് ഉള്ളത്. ഇന്ത്യയിൽ മൊത്തം 11 സെൻറ്ററാണ് ഉള്ളത്, ലാൻഡ് പോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് ഉള്ളത്. ഇതിൻ്റെ മോഡലും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത ചെക്കിങ് എമിഗ്രേഷൻ ചെക്കിംഗ് ആണ്. നമ്മുടെ പാസ്പോർട്ട് സീൽ ചെയ്യൽ, പിന്നെ വിസ വെരിഫിക്കേഷനൊക്കെ നോക്കിയിട്ട് തന്നെ ഇങ്ങോട്ട് വിട്ടിട്ടുള്ളത്. പക്ഷേ ഇനി ഇവിടെ ഒരു ചെക്കിംഗ് ഉണ്ട്. ഇതിവിടുത്തെ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ മോഡൽ കൊണ്ട് ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് അടിപൊളി സംഭവമാണ്. ഏതായാലും കാശ് കുറച്ച് മുടക്കിക്കുന്ന ഇന്ത്യ ഗവൺമെൻറ്. ശ്രീ കർത്താർപൂർ സാഹിബ് കോറിഡോർ, അതിൻ്റെ മോഡലാണിത്. നല്ല വൃത്തിയാണ്, നല്ല സൂപ്പർ അയക്കുന്നത്. ഒരുപാട് പ്രൊസീജിയർ ഉണ്ട് ഈ പാകിസ്ഥാനിക്ക് വിസ കിട്ടാൻ. എനിക്ക് ഭയങ്കര ത്രില്ലാണ് ഈ പ്രൊസീജിയറിലൂടെ വിസ ഉണ്ടാക്കാറുണ്ടെങ്കിൽ. നമ്മളെ പോലീസുകാർ നമ്മുടെ നാട്ടിൽ ചെക്കിങ്, IB, ഡൽഹി ചെക്കിങ്, അങ്ങനെ ഒരു 3-4 തവണ നമ്മളെ അന്വേഷണ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നെങ്കിൽ മാത്രമേ ഉള്ളൂ ഇങ്ങോട്ട് പോകാനുള്ളൊരു വിസ കിട്ടുക. നല്ല പണി തന്നെയാണ് കിട്ടാൻ. അപ്പോൾ രണ്ടാമത്തെ കടമ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഈ പാസ്പോർട്ടിൽ അടിക്കൽ ഇനി വിസ സ്റ്റാമ്പ് ചെയ്യണം. അപ്പോൾ ഇനി അടുത്ത ചെക്കിംഗ് ഉണ്ട്, 3ാമത്തെ. അത്യാവശ്യം നല്ല സൂപ്പർ ബിൽഡിങ്ങാണ് ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ എമിഗ്രേഷൻ്റെ അവിടെ അങ്ങോട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല, അതുവരെയുള്ളൂ നമുക്ക് പറ്റുള്ളൂ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് എമിഗ്രേഷന് പോവാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളെ ഫോട്ടോ വെച്ചതാണ് നമ്മുടെ വിസ. അതിൽ സ്റ്റാമ്പ് ചെയ്താണ് ഈ കാണുന്നത്. ഇതവിടുത്തെ വേറെ കുറേ ഫോർമാലിറ്റീസ് ഉണ്ട്. അവിടുന്ന് പോകുമ്പോഴും വരുമ്പോൾ കൊണ്ടുവരാൻ പറ്റുന്നതും കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഡീറ്റെയിൽസ് കയ്യിലൊക്കെ നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ എമിഗ്രേഷൻ അടിച്ചു കഴിഞ്ഞു. ഇനി അങ്ങോട്ട് പോകണം. ഇവിടെ ഒരു സെക്യൂരിറ്റിക്കാരനുണ്ട്, പോലീസ്. ഇവിടുത്തെ ബാഗേജ് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിരിക്കുന്നു, അതിലൊന്നും പ്രശ്നമൊന്നുമില്ല. ഇനി പാകിസ്ഥാനിൽ പോവാണ്. കേരള. വണക്കം. കൂടുതലും പഞ്ചാബികളാണ്. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പഞ്ചാബിൻ്റെ ബോർഡർ ആയതുകൊണ്ട് പഞ്ചാബികൾ ഒരുപാട് കുടുംബക്കാർ അവിടെ ഉണ്ട്. അപ്പം അങ്ങനെ അവർക്ക് വിസക്ക് കുറേ കിട്ടാൻ സൗകര്യങ്ങളുണ്ട്. നമ്മളെ കാത്ത് ഇലക്ട്രിക് വണ്ടി അവിടെ നിൽക്കുന്നുണ്ട്. ഓക്കെ ബൈ. അപ്പം എന്നാൽ ഇതിൽ കയറാൻ വേണം. ഇനി ഇവിടുന്ന് ഒരു 100 മീറ്റർ പോയാൽ നമ്മളെ ബോർഡറിലെത്തി. ഇത് ഞാൻ ഇപ്പോൾ വന്ന ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഇവിടുത്തെ എൻട്രൻസ് ആണ്. I am from Kerala. नाम क्या है? സച്ചിൻ ടെണ്ടുൽക്കർ. ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് നടക്കേണ്ട ദൂരമുള്ളൂ. പക്ഷേ ഇവിടെ നിർബന്ധമായിട്ടും നമ്മൾ വണ്ടിയിലായിരിക്കണം പാകിസ്ഥാൻ്റെ ഇന്ത്യൻ്റെയും ആ ബോർഡറിലേക്ക് പോകേണ്ടത്. അതാണ് റൂളുള്ളത്. ഇമിഗ്രേഷൻ ബിൽഡിങ്ങിൻ്റെ അടുത്ത് നമ്മളെ ചെക്ക് പോയിന്റിലേക്ക് ഒരു 150 മീറ്റർ ഉണ്ട്. അങ്ങ് ആ ബോക്സിലിരിക്കുന്ന ഒരു മലയാളി ലേഡിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ആലപ്പുഴക്കാരത്തി, സെക്യൂരിറ്റിക്കാരത്തിയാണ്, ഇവിടുത്തെ പട്ടാളത്തിലാണ്. അപ്പോൾ അവളുടെ അടുത്തേക്ക് ഞാനൊന്ന് പോവുകയാണ്. ഇവിടെ പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി ഇവരൊന്നും സമ്മതിക്കില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ട് മടങ്ങാം. അപ്പോൾ അവളെ കണ്ടിട്ട് കുറച്ച് ലോയൊക്കെ പറഞ്ഞ് ഞാൻ മടങ്ങുകയാണ്. ഇവിടെ ഇന്ത്യയിൽ ഇന്ത്യൻ പട്ടാളക്കാരൊപ്പം പോലീസുകാരൊപ്പം നമുക്കൊന്ന് ഫോട്ടോ എടുക്കാൻ സമ്മതിക്കില്ല. അത് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും അതിന് യാതൊരു പ്രശ്നമില്ല. അപ്പോൾ ഇന്ത്യൻ്റെ വലിയ ബോർഡുണ്ട്. ഇന്ത്യൻ്റെ പിന്നെ പാകിസ്ഥാനിൽ നിന്ന് മടങ്ങി വരുന്ന സമയത്ത് വെൽക്കം പറയുന്ന ബോർഡാണ് ഈ കാണുന്ന ബോർഡ്. ഇവിടെ ഒരു ചെക്കിങ് കൂടി, കണ്ടമാനം പട്ടാളക്കാരെ നിൽക്കുന്നുണ്ടല്ലേ. ഇനി ഇവിടെയാണ് നമ്മൾ ബാക്കിയുള്ള പരിപാടികളൊക്കെ തുടങ്ങാൻ പോകുന്നത്. നമുക്കിങ്ങനെ കാണാം. ഇനിയാണ് രസം. ഇത് ഇന്ത്യ, അപ്പുറം പാകിസ്ഥാൻ. ഇത് ഇന്ത്യൻ്റെ ഗേറ്റ്, ആ കാണുന്നത് പാകിസ്ഥാൻ്റെ ഗേറ്റ്. പിന്നെ അവിടുന്ന് അങ്ങോട്ടേക്ക് പാകിസ്ഥാനാണ്. ഇനി നമുക്ക് ഇൻഷാ അല്ലാ പാകിസ്ഥാനിൽ കാണാം. അപ്പം ഞാനിനി പാകിസ്ഥാനിൽ കിടക്കാൻ പോവാണ്. ഇപ്പം ഞാനുള്ളത് ഇന്ത്യൻ്റെയും പാകിസ്ഥാൻ്റെയും സെൻട്രലാണ്, ഉണ്ടല്ലേ? ഇതാണ് സെൻട്രൽ ലൈൻ. ഇവിടെ ഇത് പാകിസ്ഥാൻ, ഇത് ഇന്ത്യ.
സൂര്യനുള്ളത് ഇപ്പോൾ ഇന്ത്യയിലാണ്. ഇതിൻ്റെ ക്യാമറ പിടിക്കുന്നത് ഇവിടുത്തെ പാകിസ്ഥാൻ പട്ടാളക്കാരനാണ്. അപ്പോൾ ക്യാമറ സൂര്യനെതിരായിട്ടുള്ളതാണ്. അപ്പോൾ അധികം ക്ലിയർ ഉണ്ടാകാൻ സാധ്യതയില്ല. അത്രയും നല്ല പട്ടാളക്കാരാണ് പാകിസ്ഥാൻ, യാതൊരു പ്രശ്നമില്ല. അദ്ദേഹമാണ് എൻ്റെ വീഡിയോ എടുക്കുന്നത്. അപ്പം ഞാൻ പാകിസ്ഥാനിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് പാകിസ്ഥാനിലെ കാഴ്ചകൾ അങ്ങനെ കാണാം. ഈ വണ്ടിയിലാണ് നമ്മളെ പാകിസ്ഥാൻ എമിഗ്രേഷൻ ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഞാൻ പോകുന്നില്ല, ഞാൻ നടന്നു പോവാണ്. പാകിസ്ഥാൻ ബോർഡറിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ, ഇതൊരു പട്ടാളക്കാരനാണ്, പാകിസ്ഥാൻ ബോർഡറിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ പാകിസ്ഥാൻ്റെ ഒരു വണ്ടി ഉണ്ട്. ആ വണ്ടിയിലാണ് എമിഗ്രേഷൻ അങ്ങോട്ട് പോകേണ്ടത്. പക്ഷേ ഞാൻ അതിനെപ്പറ്റി വായിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു, ഇവിടെ ബോർഡർ കടന്ന് എന്തൊക്കെ സിസ്റ്റം എന്നൊക്കെ. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ നടന്നു പോകണം. കാരണം ഇവിടെ നിന്ന് ആകെ 100 മീറ്റർ ഉള്ളൂ. ഏതായാലും പാകിസ്ഥാനിൽ കൂടി കുറച്ച് നടന്ന് ഇവിടുത്തെ വഴിയിലെ കുറച്ച് കാഴ്ചകൾ കാണാമല്ലോ. ഇനി എമിഗ്രേഷൻ ബിൽഡിങ്ങിൻ്റെ അങ്ങോട്ടേക്കാണ് ഇനി പോകാനുള്ളത്. പിന്നെ നമ്മുടെ ആ വണ്ടിക്കാരതാ പോയിട്ടുണ്ട്. അതിൽ ഫുൾ ആളായിട്ട് അവർ മടങ്ങിക്കുന്നത്. അവരായിരിക്കും പിന്നെ പിരാന്താന്ന് വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷേ നടന്നു പോകുന്ന വേറെ രസം തന്നെയാണത്. അതാണ് നമ്മുടെ ഇന്ത്യൻ്റെ ബോർഡർ. അവിടുന്ന് കുറച്ചിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പാകിസ്ഥാന്റെ വലിയ ബോർഡാണ്. ഉണ്ടല്ലേ, ഇതാ വെൽക്കം ടു പാകിസ്ഥാൻ. അത് ഇന്ത്യൻ്റെ ബോർഡറാണ് കാണുന്നത്. അതിങ്ങനെ വന്ന് ഇവിടൊക്കെ ഗ്രിൽസ് ഉണ്ടല്ലേ, നമുക്ക് പാകിസ്ഥാൻ ബോർഡർ കാണാം. കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇന്ത്യയിലെ സൂര്യനെ പാകിസ്ഥാനിലേക്ക് ഇപ്പോൾ കാണാൻ പോവാണ് ഞാൻ. വെൽക്കം ടു പാകിസ്ഥാൻ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സാക്സ് വെറൈറ്റീസ്. അപ്പൊ നമുക്ക് പാകിസ്ഥാനിലെ കാഴ്ചകൾ കാണാം. ഇവിടെ ഇപ്പോൾ ഞാനും ഈ ഒരു പട്ടാളക്കാരനും പിന്നെ ഒരു നിലമൊക്കെ അടിച്ചു വരുന്ന ഒരാളുണ്ട്. ഞങ്ങൾ 3 ആളും അവിടെ ഉള്ളത്. ഗേറ്റിൻ്റെ അവിടെ കുറച്ച് പട്ടാളക്കാരുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇവനെ കൊണ്ട് വീഡിയോ പിടിപ്പിക്കണം. ഇവിടെയുള്ള പട്ടാളക്കാരൻ്റെ അടുത്ത് ക്യാമറ എടുത്ത് ഞാൻ ഈ ബോർഡിൻ്റെ അങ്ങോട്ടേക്ക് നടന്നു പോവാണ്. ഞാനിപ്പോൾ ഉള്ളത് പാകിസ്ഥാനിലാണ്. അപ്പൊ നമ്മുടെ എപ്പിസോഡ് പാകിസ്ഥാനിലെ എപ്പിസോഡാണ്. കുറെ കാലമായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. ഇപ്പോഴാണ് ആ വിഷയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇനി നമുക്ക് ബാക്കി ഈ പാകിസ്ഥാനിലെ കുറച്ച് കാഴ്ചകൾ കാണാം. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം. ഇപ്പൊ ബോർഡിന്റെ നേരെ ചോട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. ഇനി നമുക്ക് പാകിസ്ഥാന്റെ കൊടി കാണാം. അതാ പാകിസ്ഥാന്റെ കൊടി. ഇതിന്റെ ബാക്കിൽ എന്താ എഴുതിയിട്ടുള്ളത് അറിയോ? ബാക്കില് ഗുഡ് ബൈ, ഗുഡ് ബൈ. ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അവരെ കൊണ്ട് മടങ്ങി വരുന്ന വണ്ടിയാണ് ഈ വണ്ടി. ഇതാണ് പാകിസ്ഥാന്റെ ഇമിഗ്രേഷൻ സ്ഥലം. ഈ കാണുന്ന ബിൽഡിംഗ് ആണ് എമിഗ്രേഷൻ. അതായത് ഇന്ത്യൻ്റെ കഴിഞ്ഞു, ഇനി പാകിസ്ഥാനിലേക്ക് ഇവിടെ നിന്നാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത്. പാകിസ്ഥാനിൽ കയറാനുള്ള പേപ്പേഴ്സ് തയ്യാറാക്കാനുണ്ട്. കുറച്ച് തയ്യാറാക്കാനുള്ള കുറച്ച് പേപ്പേഴ്സ് ഉണ്ട്. ഇതാണ് പാകിസ്ഥാൻ്റെ വലിയൊരു ഫ്ലാഗ്. ഇന്ത്യൻ ബോർഡറിൻ്റെ അവിടെ നോക്കിയാൽ കാണുന്ന ഒരു വലിയ പിന്നെ ഫ്ലാഗാണിത്. ഏകദേശം ഇന്ത്യൻ്റെയും പാകിസ്ഥാൻ്റെയും ബോർഡറിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എൻ്റെ അഭിപ്രായത്തിലൊരു 500 മീറ്ററിൻ്റെ കൂടുതലുണ്ട്. കാരണം നടന്നെത്തണ്ടേ. ഇതൊരിടത്തൊരു ഒരു കത്തീൻ്റെ ഒരു മോഡലാണ്. ഇമ്രാൻഖാൻ ഉദ്ഘാടനം ചെയ്ത് അതിൻ്റെ മുകളിൽ പേരും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതങ്ങനെ നടന്ന് ഇങ്ങോട്ട് വരണം. ഇനി ഇവിടെ കുറച്ച് പിന്നെ കാര്യങ്ങളുണ്ട് കൈകാര്യം ചെയ്യാൻ. ഡോളർ കൊടുക്കലും മറ്റൊക്കെ ഉണ്ട് ഇവിടെ, കറൻസി മാറ്റലൊക്കെ ആയിട്ട്. ഇവിടുന്നാണ് നമ്മളുടെ പാകിസ്ഥാൻ കറൻസി ചേഞ്ച് ചെയ്യുക. പാകിസ്ഥാൻ നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ വേണമെങ്കിൽ പാകിസ്ഥാൻ മണി വേണമല്ലോ. പിന്നെ ഇന്ത്യൻ മണി സ്വീകരിക്കുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാൻ ഇങ്ങോട്ട് കൗണ്ടറിന് അങ്ങോട്ടേക്ക് പോവുകയാണ്. എന്തൊക്കെയാണെന്ന് അറിയാലോ ഇവിടെ എന്നിട്ട്. അപ്പോൾ ഇന്ത്യൻ മണി
1000 റുപ്യക്ക് 2800 രൂപയാണ് കിട്ടുക, പാകിസ്ഥാൻ മണി. അപ്പോൾ അതിൻ്റെ ബില്ലും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. ഇത് നമ്മളിവിടെ ഒരു $20 അടക്കണം അങ്ങോട്ട് കടക്കാനുള്ള ഫീസ്. അപ്പൊ ഞാൻ കുറച്ച് പാകിസ്ഥാൻ റുപ്പീസ് എടുത്തിട്ടുണ്ട് ഇവിടുന്ന്. ഇതിലൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടേ? അപ്പൊ അവിടുന്ന് കറൻസി ചേഞ്ച് ചെയ്തു, ഇന്ത്യൻ്റെ ഇവിടുന്ന് ഡോളർ ചേഞ്ച് ചെയ്തു. ഇനി നെക്സ്റ്റ് ഇവിടേക്ക് പോകണം. ഡോളർ ചേഞ്ച് ചെയ്തല്ല, $20 ഫീസ് അങ്ങോട്ടേക്ക് അടച്ചാണ്, പാകിസ്ഥാനിൽ കടക്കാനുള്ള ഫീസ്. ഇനി ഇതിന്റെ അകത്താണ് ബാക്കി കലാപരിപാടി. അതായത് നമുക്ക് പാകിസ്ഥാനിലേക്ക് പോകാനുള്ള എമിഗ്രേഷൻ ചെയ്യുന്നത് ഇവിടെ. അതിൻ്റെ ഉള്ളിലേക്ക് പോയി നോക്കാം. അപ്പം അതിൻ്റെ അകത്തേക്ക് കയറാണ്. വീഡിയോ എടുക്കാൻ സമ്മതിക്കാൻ എന്തോ അറിയില്ല, അതായാലും എടുത്തു നോക്കട്ടെ. ഇനി ഇവിടെയാണ് നമ്മുടെ പാകിസ്ഥാന്റെ എമിഗ്രേഷൻ ഹാളാണ്. ഇതിൻ്റെ നമ്മൾ ചെയ്യേണ്ടത് എമിഗ്രേഷൻ. ഇതൊരു ടാഗാണ്. പാകിസ്ഥാൻ എമിഗ്രേഷൻ കഴിഞ്ഞിട്ട് ഒരു 4.5 കിലോമീറ്റർ വിട്ടാൽ ഇവിടെ ഒരു കർത്താർപൂരിലൊരു വലിയൊരു പിന്നെ ഗുരുനാനാക്കിൻ്റെ ഒരു നമ്മുടെ ഗോൾഡൻ ടെമ്പിളിൻ്റെയും വലുതായിട്ടുള്ളൊരു അമ്പലമുണ്ട്. അവിടേക്ക് പോകാനുള്ള എന്നുള്ളൊരു ടാഗാണ് ഈ കാണുന്നത്. നമ്മുടെ പാസ്പോർട്ട് ഒക്കെ കാണിച്ചു കൊടുത്താലേ കിട്ടുക. ഇപ്പം ഞാനിതൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ എമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് ഇനി നമ്മളെ ബസ് വന്നിട്ടുണ്ട്. പാകിസ്ഥാൻ്റെ സിറ്റിക്ക് പോകാനുള്ള ബസ്. ഇതാണ് ആ ബസ്. ഇതാണ് ഇമിഗ്രേഷൻ കഴിഞ്ഞ് വരുന്ന ഭാഗം. അപ്പോൾ ഇനി പെട്ടെന്ന് ഇവിടെ നമ്മുടെ ബസ്. ഇത് 2019 ഇമ്രാൻഖാൻ ഉദ്ഘാടനം ചെയ്താണ്, നവംബർ മാസത്തിൽ. ഇവിടുത്തെ എമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി നിൽക്കുകയാണ്. ഇതാണ് പാകിസ്ഥാന്റെ ബസ് സർവീസ്. ഇനി ഇവിടുന്ന് ബസ്സിന് പോകണം. ഏകദേശം ഒരു 5 കിലോമീറ്റർ ദൂരത്തുള്ള കർത്താർപൂരിലെ ഗുരുദ്വാര ദർബാർ സാഹിബ് ഉണ്ട്, അവിടേക്കാണ് പോകുന്നത്. അപ്പോൾ ആ പോകുന്ന വഴിയിലെ കാഴ്ച കാണാം. ഈ ഒരു ബസ്സാണ് ആ ഒരു ബസ്. ഈ ബസ്സിലാണ് നമ്മൾ അങ്ങോട്ടേക്കുള്ള സർവീസ് ഉള്ളത്. അപ്പോൾ ഞാൻ ബസ്സിൻ്റെ അകത്തേക്കിട്ട് കയറുകയാണ്. അപ്പോൾ അകമൊക്കെ ഒന്ന് നമുക്ക് വിശദമായിട്ട് കാണാം. പോകാനായിട്ടില്ല, കുറച്ചും കൂടി പേര് വരാണ്ട്, വന്നിട്ടുള്ളൂ ബസ് പുറപ്പെടുള്ളൂ. എവിടെയും നമ്മൾ ഒന്നാമത് എടുത്തത് ബസ്സിൽ ഞാൻ തന്നെയാണ് ആദ്യം കയറിയിട്ടുള്ളത്. എനിക്ക് ഇഷ്ടമുള്ള സീറ്റ് പിടിച്ചെടുക്കാം. ഫ്രണ്ടിലൂടെ ഒരു ഡോറും പിന്നെ ഇതങ്ങോട്ട് നേരെ പോയി ബാക്ക് കഴിഞ്ഞ് ഇവിടെ ഒരു ഡോറും ഏകദേശം ഒരു മിഡിലിൽ, ഇങ്ങനെ 2 ഡോറാണ് ഇതിനുള്ളത്. യൂറോപ്പ് ബസ് പോലെ ഏറ്റവും ഫ്രണ്ടിലില്ല, നമ്മൾ ഡ്രൈവറെ നേരെ ബാക്കിൽ ഒരു സീറ്റ് ഉണ്ട്. ഇവിടെയാണ് ഞാൻ പിടിക്കുന്നതിൻ്റെ ബാഗ് അവിടെ വെച്ചിരിക്കുകയാണ്. ഇപ്പം സമയം 11 മണി. ബസ് എമിഗ്രേഷൻ സെൻറ്ററിൻ്റെ അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ഇനിയൊരു ഏകദേശം 5 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കർത്താർപൂർ പിന്നെ ഗുരുദ്വാരൻ്റെ അവിടേക്ക് എത്തും. 1999 ഈ ഡൽഹി ലാഹോർ ബസ് നയതന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പാകിസ്ഥാൻ്റെയും ഇന്ത്യൻ്റെയും പ്രധാനമന്ത്രിയായിരുന്ന അന്നത്തെ അടൽ ബിഹാരി വാജ്പേയിയും നവാസ് ഷെരീഫും ചേർന്ന് ഇവിടുത്തെ കർത്താർപൂർ പിന്നെ ഈ ഒരു ഗുരുനാനാക്കിൻ്റെ ഈ ടെമ്പിള് സന്ദർശിക്കാനുള്ള ഒരു അനുമതി, ഒരു പ്രോഗ്രാം ഉണ്ടാക്കിയിട്ടുള്ളത്. 2019 നവംബർ 9 ഇവിടെ ഗുരുദ്വാര വിപുലീകരിച്ചിട്ട് തുറന്നത്. മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന പഴയത്. പാകിസ്ഥാനിലെ ഒരു പ്രധാന നദിയാണ് രാവി റിവർ, RAVI. ആ റാവി റിവർ ക്രോസ് ചെയ്യാണ്. ഇവിടുത്തെ നല്ലൊരു നദിയാണിത്. രവി റിവർ എന്നും പറയും. ശരിക്കും പറഞ്ഞത് ഇന്ത്യയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഇന്ത്യയിലെ ഹിമാചൽ പ്രദേശിലെ കാൻഗ്ര ബാരാഗംഗലിന് സമീപത്താണ് ഇതിൻ്റെ ഉത്ഭവസ്ഥാനുള്ളത്. ഏകദേശം 720 കിലോമീറ്റർ ദൂരത്തിൽ ഈ നദി പോകുന്നുണ്ട്. ഇതാണ് ആ നദി. ഇത് പഞ്ചാബ് മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള 5 നദികളിൽപ്പെട്ട ഒന്നാണിത്. ഈ നദി സിന്ധു നദീതടത്തിൻ്റെ ആസ്ഥാനമാണിത്.
ഈ രവി നദിയിലെ ജലം പാകിസ്ഥാനിലെ സിന്ധു നദിയിലൂടെയാണ് പോയിട്ട് അറബിക്കടലിൽ പിന്നെ ഒഴുകുന്നുണ്ട്. ഈ രവി നദി ഒരു വറ്റാത്തൊരു നദിയാണ്. ഈ നദിക്ക് വേറൊരു പേരും കൂടി ഇവർ പറയലുണ്ട്, ലാഹോറിൻ്റെ നദി എന്നാണ് ഇതിനെ ഇവിടെയുള്ളവരൊക്കെ വിളിക്കാറ്. ലാഹോറിലെ നഗരപ്രദേശങ്ങളിലൂടെ ഇത് ഒഴുകിയിട്ട് ഒരുപാട് മലിനീകരണത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഒരുപാട് മലിനീകരണമൊക്കെ ഈ നദിയിലേക്ക് പുറന്തള്ളുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു മുമ്പ്. അങ്ങ് ദൂരെ ആ വലതുഭാഗത്ത് കാണുന്നില്ലേ, ഇതാണ് കർത്താർപൂരിലെ ഗുരുദ്വാര ദർബാർ സാഹിബ് എന്നിട്ടുള്ളത്. നമ്മുടെ പഞ്ചാബിലെ ഗോൾഡൻ ടെമ്പിളിൻ്റെ വലുതാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് നമ്മുടെ ബസ്. അപ്പോൾ ഇനി ബസ്സിൽ നിന്ന് ഇറങ്ങണം. അപ്പോൾ ഞങ്ങൾ ഇറങ്ങുകയാണ് ബസ്സിൽ നിന്ന്. ഇനി ഇവിടെ കുറേ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഞങ്ങൾ കയറുന്നുണ്ട്. ഇവിടെ പാസ്പോർട്ട് കാണിച്ചു കൊടുക്കണം. അപ്പം ഇനി ഞാൻ അകത്തേക്ക് പോവാണ്. ഇതിൻ്റെ ഉള്ളിലെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇനി നേരെ ഈ ഗുരുദ്വാറിൻ്റെ അകത്തേക്ക് പോവാണ്. അപ്പോൾ അവിടുന്ന് പറഞ്ഞിരുന്നു ഇവിടെ ഒരു ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള പറ്റിയിട്ട്. അപ്പോൾ നമുക്ക് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ അങ്ങനെ കാണാൻ നേരിൽ. ഐ എം ഫ്രം കേരള. ഇദ്ദേഹം പാകിസ്ഥാൻ പോലീസുകാരനാണ്. മൂപ്പരാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് വിശദീകരിച്ച് തരുന്നത്. ഹിന്ദിയിലാണ് സംസാരിക്കുക ഒന്നുണ്ട്. सफ़र कैसा रहा सभी लोगों का? कोई प्रॉब्लम तो नहीं पेश आई? जी मेरा नाम जी अहमद दाऊद है। सबसे पहले आप सब लोगों को पाकिस्तान आने पे और दरबार साहब करतारपुर आने पे वेलकम करते हैं। आप लोगों को खुशामदीद कहते हैं। पहली बात तो यह है कि अंदर अब आपकी चेकिंग कोई नहीं होगी। अपने डॉक्यूमेंट्स और पासपोर्ट आप लोग अपने पास संभाल कर रखेंगे। और ये जो आपको कार्ड दिए गए हैं, ये कार्ड आप ऐसे ही गले में हैंग रखेंगे। गुरुद्वारा साहिब की बिल्डिंग के बारे में मैं आपको थोड़ा सा गाइड कर देता हूँ ताकि आपके लिए सारी यात्रा इजी रहे। जैसे कि सामने वाला मेन दरवाज़ा आप लोग क्रॉस करेंगे, दरवाजे के बिल्कुल साथ ही इस साइड पे आपके राइट हैंड साइड जो पहला कमरा जोड़ा घर का है, उधर आपने शूज़ जमा करवाने हैं। शूज़ जमा करवाने के बाद अगर आप हैंड वॉश करना चाहें तो इधर बाहर इस पिलर के बैक साइड पे वॉश बेसिन लगा हुआ है, बाहर आके आप हैंड वॉश कर सकते हैं। जो लोग आप में से लंगर या रसद लेके आए हुए हैं वो मेरे बिल्कुल बैक साइड पे हॉल के एंड पे सामने एक काउंटर लगा हुआ है लंगर जमा करने वाला, वो आप लोग उधर नोट करवा के जमा करवाएंगे। उसी लंगर वाले काउंटर के बिल्कुल पास से बिल्कुल इस साइड पर आपके लेफ्ट हैंड साइड को कॉरिडोर बना होगा और उसी कॉरिडोर से आपने अंदर इन होना। कॉरिडोर में थोड़ा सा आगे जाएंगे इसी साइड को, तो कॉरिडोर के अंदर भी सरोवर साहब का इंतजाम किया गया। ऊपर साइन बोर्ड भी लगा होगा सरोवर साहब का, आप उधर स्नान कर सकते हैं। मेन ऐतिहासिक गुरुद्वारा साहिब जो है वो बिल्डिंग के बिल्कुल सेंटर में, चारों ओर कॉरिडोर्स हैं, सेंटर में गुरुद्वारा साहिब है। और गुरुद्वारा साहिब के साथ बाबा जी का खूह साहब जिससे वो अपने खेतों को पानी दिया करते थे, ऐतिहासिक वैसे ही मौजूद है। खूह साहब का अमृत जल आप खूह साहब के भी पी सकते हैं। साथ लेके जाने के लिए उधर से पैक बोतलें मिलती हैं, वो आप लोग साथ लेके जा सकते हैं। उसके बाद अगर लंगर हाल जाना आपने तो अंदर जाके जब मेन गुरुद्वारा साहिब के बिल्कुल लेफ्ट हैंड साइड देखेंगे, उधर आपको सेम एक इसी तरह की बिल्डिंग नजर आएगी। उस बिल्डिंग के फेस पर लिखा होगा करतारपुर करता वसे संतन के पास। उस बिल्डिंग के बिल्कुल बैक साइड पे लंगर हाल है, उधर आपने लंगर करना है, खाना खाना है। खाना खाने के बाद अगर आप मार्केट जाना चाहें तो लंगर हाल के साथ उसके बैक साइड पे मार्केट है, आप उधर से ही मार्केट जा सकते हैं। अगर आप अपने शूज़ पहन के मार्केट जाना चाहें तो फिर वापस इधर आएंगे जोड़ाघर, शूज़ पहन के तो इधर से बाहर से ये सीधा रास्ता जो है वो मार्केट को जाता है, ज़्यादा दूर नहीं है इधर से। वो सामने जो आपको वाइट कलर की बिल्डिंग नज़र आ रही है वो क्रॉस करेंगे, उसके साथ ही थोड़ी आगे मार्केट है। मार्केट के अंदर वॉशरूम की फैसिलिटी भी होगी। अगर किसी ने करेंसी एक्सचेंज करवानी है तो उसकी फैसिलिटी भी मार्केट के अंदर है। अगर आप बाबा जी की खेती साहिब के दर्शन करना चाहें तो इस साइड पे बाबा जी की खेती साहिब है, आप शूज़ पहन के इधर जा सकते हैं, दर्शन कर सकते हैं। बाकी बिल्डिंग के अंदर हर जगह साइन बोर्ड भी लगे हुए हैं, वो इंडिकेट कर रहे हैं कौन सी चीज़ किस साइड पे। फिर भी कोई बात पूछनी है आप लोग पूछ सकते हैं। इसके अलावा गुरुद्वारा साहिब के अंदर डेली जो अरदास होती है, डेली जो हुक्मनामा साहिब जारी होता है, वो हमारा एक यूट्यूब चैनल बना हुआ है, उसके सारे लिंक्स वो सामने डाले गए हैं, वो आप स्कैन कर सकते हैं।
सब्सक्राइब कर सकते हैं। जो लोग इधर नहीं आ सकते वो डेली इसके ऊपर देख सकते हैं और सुन सकते हैं। और लास्ट आप जो इधर स्टे का टाइम वो 4 बजे तक है। आखिरी बस 4 बजे जाएंगे। अगर उससे पहले आप में से कोई जल्दी जाना चाहे तो हर थोड़ी देर के बाद गाड़ी इधर जाती है, आप किसी भी टाइम वापस जा सकते हैं। हम आस करेंगे आपका आज का दिन बड़ा अच्छा और शानदार। ഗുഡ് നെയിം പ്ലീസ്. अहमद दाऊद। ഇദ്ദേഹമാണ് ഇവിടുത്തെ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. പാകിസ്ഥാനിലെ കർത്താർപൂരിലെ ഗുരുദ്വാരയാണ് ദർബാർ സാഹിബ് ഗുരുദ്വാരയിലുള്ളത്. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണാം. ആദ്യം ഇവിടെ നമ്മുടെ ചെരുപ്പുകളൊക്കെ സൂക്ഷിക്കാൻ കൊടുക്കണം ഇതിൻ്റെ അകത്തേക്ക് പോകണമെങ്കിൽ. എന്നപ്പോൾ ഒരു ടോക്കൺ നമ്പർ തരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ അങ്ങോട്ടേക്ക് പോവുക. ഞാൻ എൻ്റെ മൊബൈൽ കുറച്ച് നേരം ചാർജ് ചെയ്യാൻ വെച്ചിട്ടുള്ളതാണ്. അങ്ങ് ദൂരെ കാണുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് വരുന്ന തീർത്ഥാടകരുണ്ട്. ആ തീർത്ഥാടകരോട് ഇവിടെ കളക്ട് ചെയ്യുന്ന സാധനമാണ് ഭക്ഷണ സാധനങ്ങൾ. അത് ഇവിടെയുള്ള ഈ ഗുരുദ്വാരയിലേക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ വേണ്ടി അവിടുന്ന് കൊണ്ടുവന്ന സാധനങ്ങളാണിത്. ഗോൾഡൻ ടെമ്പിൾ ഉണ്ടല്ലോ പഞ്ചാബിലെ, അതിൻ്റെ പിന്നെ വലുതാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് കുറച്ച് ഉയരത്തിൽ അതിൻ്റെ താഴേക്ക് ഇഞ്ഞ് പോകണം. അങ്ങോട്ട് കുറച്ചങ്ങോട്ട് നടന്നു പോകണം. നല്ല വെയിലുണ്ട്, പക്ഷേ നല്ല തണുപ്പുമുണ്ട്. അപ്പോൾ ഇതാണ് പാസേജ്. ഈ പാസേജിലൂടെ അങ്ങനെ അങ്ങോട്ട് താഴേക്ക് പോയിട്ട് അങ്ങ് ദൂരെ ആ ദൂരെ കാണുന്നത് കണ്ടില്ലേ, അവിടേക്കാണ് പോകേണ്ടത്. ഇവിടെ അങ്ങനെ ഇവരെ പിന്നെ പ്രാർത്ഥന ഇതിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നമുക്ക് വിശദമായിട്ട് കാണാം. ഇതിൻ്റെ ചരിത്ര കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട്. നല്ല പുതിയൊരു ബിൽഡിങ്ങാണ്, അധികം പഴക്കമായിട്ടില്ല. മുമ്പേ ഇവിടെ ഉണ്ട്, പക്ഷേ പുതുക്കി പണിതാണ്. ഇവിടെ കാല് കഴുകുന്ന ഭാഗമാണ് ഈ ഒരു ഭാഗം. അതെല്ലാ ഗുരുദ്വാരയിലുണ്ട്. നമ്മളെ കാലുമല ചളി ഒക്കെ കളഞ്ഞതിന് ശേഷമുള്ളൂ അങ്ങോട്ടേക്ക് പോകാൻ പറ്റുക. पाकिस्तान किधर है? लाहौर में? गुजरांवाला। हमारा हिंदी नहीं, you know only Hindi, I know only English speaking. Name? Musa. ഇപ്പം ഞാൻ കണ്ട രണ്ടുപേരുടെ തൊപ്പി ശ്രദ്ധിച്ചില്ലേ? മുസ്ലിങ്ങൾ നമസ്കാരത്തിന് ഉപയോഗിക്കുന്ന അങ്ങനത്തെ തൊപ്പി ഇവിടെ ഈ ഗുരുദ്വാരൻ്റെ ഉള്ളിലേക്ക് ഇടാം. പക്ഷെ നമ്മുടെ പഞ്ചാബിൽ ഇടാൻ പറ്റൂല. ഇവിടെ പ്രവേശനമുണ്ട് ഈ പാകിസ്ഥാനിൽ. ഇന്ത്യയിൽ നമ്മളെ ഗോൾഡൻ ടെമ്പിൾ ഉണ്ടല്ലോ, അതേപോലത്തെ പാകിസ്ഥാനിലെ ഗോൾഡൻ ടെമ്പിൾ ആണ് ഈ കാണുന്നത്. പഞ്ചാബിലെ ഗോൾഡൻ ടെമ്പിളിൻ്റെ വെള്ളത്തിലെ സെൻറ്ററിൽ ചെറിയൊരു അമ്പലമല്ലേ, ആ പോലത്തെ ഒരു അമ്പലമുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് പോവാണ്. ഇത് പോകുന്ന വഴിയിൽ ഇവിടെ വേസ്റ്റൊക്കെ പെറുക്കിയിട്ട് അടിച്ചു വാരിയിട്ടിടുന്ന ഒരു ചെറിയ വണ്ടിയാണ് ആ കാണുന്നത്. ഇത് നമ്മളിപ്പം പാകിസ്ഥാനിൽ വന്നവരാണ്. അപ്പോൾ ഇനി ഞാൻ ഇതിൻ്റെ അകത്തെ മെയിൻ അമ്പലത്തിൻ്റെ അകത്തേക്ക് പോകാൻ പോവാണ്. അതിൻ്റെ ഡോറ് എവിടെയാണ് നോക്കുകയാണ്. ഇവിടെയാണോ സംശയമുണ്ട്. അപ്പം തുറന്നു നോക്കട്ടെ. അല്ല, ഇവിടെ അല്ല. അത് അങ്ങനെ വന്നിട്ട് ഇതിലേ അങ്ങനെ വന്നിട്ട് ഇവിടെ ഒരു ഡോറ് കാണുന്നുണ്ട്. അപ്പോൾ ആ ഡോറിലൂടെ അങ്ങോട്ട് കയറാം. അതേ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വീഡിയോ എടുക്കാൻ സമ്മതിക്കും എന്തോ അല്ലേന്ന് അറിയില്ല. ഏതായാലും ഒന്ന് അങ്ങോട്ട് അകത്ത് കയറട്ടെ. നല്ല കാർപ്പറ്റൊക്കെ വിരിച്ച് നല്ല ഉഷാറാക്കിയിരിക്കുന്നു ഇവിടെ.
അടുത്ത് കാര്യമായിട്ടൊന്നും കാണാനില്ല. ഞാനൊന്ന് മുകളിലേക്ക് പോയി നോക്കട്ടെ. മുകളിലാണ് പിന്നെ പഞ്ചാബിൽ ഇതേപോലെ ഉള്ളത്. ഈ ഇവിടുത്തെ ഗുരുനാനാക്കിൻ്റെ കബറിടം ഉള്ള സ്ഥലമാണ് തോന്നുന്നു ഇതിൻ്റെ ഇവിടെ. അവിടെ ആളുകളൊക്കെ കുറേ കൂടിയിട്ടുണ്ട്. അപ്പോൾ അധികം വർത്തമാനം പറയാൻ പറ്റൂല ഇതിൻ്റെ അകത്ത്. നമുക്കൊന്ന് ഒക്കെ കൂടി ഒന്ന് കണ്ട് മടങ്ങാം എന്തൊക്കെ സംഭവം. അതിൻ്റെ ഉള്ളിലാണ് പരിപാടികളൊക്കെ ഉള്ളത്. പൂക്കളൊക്കെ വെച്ചിരിക്കുന്നു. അപ്പം അങ്ങനെ കണ്ടുപോകാം നമുക്ക്. അപ്പോൾ ഞാനിനി പുറത്തേക്ക് ഇറങ്ങാണ്. ഇവിടെ കോണിയുണ്ട്, അതിലങ്ങനെ താഴേക്ക് ഇറങ്ങിപ്പോവാണ്. ഇനി താഴത്തെ ഇതിൻ്റെ ഉൾഭാഗത്തുനിന്നൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് സന്ദർശിച്ചിട്ട് മടങ്ങാം. ഇത്രയുള്ള ഇവിടെ മെയിനായിട്ടുള്ള ഈ അമ്പലത്തിൻ്റെ ഈ ഒരു ഭാഗത്തുള്ളത്. ബാക്കി കംപ്ലീറ്റ് ഓപ്പൺ ഏരിയയാണ് ഇതിൻ്റെ അവിടെ ഉള്ളത്. ഇതിങ്ങനെ ഓരോ ചെറിയ ചെറിയ റൂമായിട്ട് അതിൻ്റെ ഉള്ളിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു സെക്യൂരിറ്റി പെണ്ണുങ്ങളുണ്ട്, അവളൊപ്പം ഒരു ഫോട്ടോ എടുക്കട്ടെ. അപ്പോൾ അതിൻ്റെ അവിടെ ഞാൻ പുറത്തിറങ്ങിയിരിക്കുന്നത്. പിന്നെ ഇനി ഇവിടെ വേറെ എന്തോ ഒരു സംഭവം ഉണ്ട്, അങ്ങോട്ട് പോയി നോക്കട്ടെ. ഇവിടെ ഇതേപോലെ കാല് കഴുകൽ പരിപാടി ഉണ്ട്. നല്ല തണുപ്പാണ് വെള്ളത്തിന്. പുറത്ത് കാലാവസ്ഥ നല്ല തണുപ്പാണ്. പച്ച കാർപ്പറ്റൊക്കെ വിരിച്ചിട്ടുണ്ട്. എല്ലാവരും തൊഴുന്നൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ അകത്ത് എന്താണ് സംഭവം എന്നറിയൂല, ഒന്ന് പോയി നോക്കട്ടെ. ഇവിടെ മറ്റേ അവരെ തീർത്ത വെള്ളം അങ്ങനെ തിരിക്കുന്ന സാധനമാണ്. കുറേ പൈസയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഇവിടെ. പാകിസ്ഥാൻ കോയിൻസ് ആണ് തോന്നുന്നുണ്ട് ഇതൊക്കെ. നമ്മുടെ ദേരാ ബാബ നാനാക്കിൽ കണ്ടിട്ടില്ലേ, വെള്ളം ഇങ്ങനെ ആൾക്കാരിങ്ങനെ ഉന്തിയിട്ടിങ്ങനെ വരുന്ന ആ ഒരു സംഭവമാണ് ഇവിടെ. ഇതാണത്, അതിൻ്റെ തൂണും കാര്യങ്ങളും. ഇത്രയും ഏരിയ അത് ക്ലീൻ ചെയ്തുണ്ടാക്കണമെങ്കിൽ ചില്ലറ പണിയൊന്നുമല്ല. അതനുസരിച്ചിട്ട് ആൾക്കാരില്ല ഇവിടെ, സന്ദർശകർ കുറവാണ്. ഇന്ത്യയിൽ തന്നെ ഒരു ദിവസം 5000 ആൾക്കാണ് പെർമിഷൻ ഉള്ളത് ഇങ്ങോട്ടേക്ക് പോരാൻ. പക്ഷേ ഇവിടുത്തെ ഞാൻ പോലീസുകാരനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു 5000 ഒന്നും ഇപ്പോൾ വരുന്നില്ല, ആൾക്കാരൊക്കെ ഇപ്പോൾ കുറവാണെന്ന് പറഞ്ഞു. പിന്നെ ആളുകൾ വന്നെങ്കിലാണ് ഇവർക്ക് മെച്ചപ്പെടെ പർച്ചേസ് ചെയ്യലും പിന്നെ പാകിസ്ഥാനിക്ക് എൻട്രി എടുക്കണമെങ്കിൽ നമ്മൾ $1 വെക്കണം, $20 വെക്കണം. അതേ കിട്ടണ്ടേ, ആള് കൂടിയെങ്കിലുള്ളവർക്ക് മെച്ചമുള്ളൂ. ഇത് നമ്മുടെ പഴയ ക്രിക്കറ്റ് താരം ഇമ്രാൻഖാന്റെ ആ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയതാണ്. 2019 പാകിസ്ഥാൻ ക്രിക്കറ്റ് താരം ഉണ്ടായത്. അപ്പോൾ ക്രിക്കറ്റ് താരമല്ല, ക്യാപ്റ്റനായിരുന്നു ഇമ്രാൻഖാൻ്റെ ഒരു ഫാനായിരുന്നു ഞാൻ. ഇമ്രാൻഖാന് 2019 നവംബർ 9 ഇതിൻ്റെ ഈ വിപുലീകരണം കഴിച്ചത്. ഇത് ഇവിടുത്തെ വരെ ചിഹ്നമാണ്, ആ ഗാർഡനാണ് ആ കാണുന്നത്. ഇവരെ പഞ്ചാബിലെ ഇത് ഗുരുദ്വാരനോട് ബന്ധപ്പെട്ടുള്ള ആ ഒരു സംഭവമാണ്. ഇത് കത്തിയും കാര്യങ്ങളും. ഇത് ഉദ്ഘാടനത്തിനോട് ബന്ധപ്പെട്ട് ഉണ്ടാക്കിയിട്ടുള്ള പിന്നെ ഒരു കത്തിയാണത്. ഗുരുനാനാക്കിൻ്റെ 550ാം ജന്മവാർഷികത്തിനോടനുബന്ധിച്ചിട്ടാണ് ഇവിടുത്തെ പുതിയ കൺസ്ട്രക്ഷനൊക്കെ കഴിഞ്ഞിട്ടുള്ളത്. ഗുരുനാനാക്കാണല്ലോ സിഖ് മതത്തിൻ്റെ തുടക്കക്കാരൻ. നല്ല വെയിലാണ് ഇവിടെ, അതിനനുസരിച്ചുള്ള നല്ല തണുപ്പുണ്ട്, തണുത്ത കാറ്റ്. കുറേ പാകിസ്ഥാനി സുന്ദരികളൊക്കെ ഉണ്ട് ഇവിടെ. ഓരോപ്പം ഞാനൊരു സെൽഫി എടുക്കട്ടെ. ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട് അറിയുന്നത്. അപ്പം അങ്ങോട്ട് ഞാൻ പോവാണ്. അദ്ദേഹം ഒരു പാകിസ്ഥാൻകാരനാണ്. അപ്പോൾ ഇതാണ് മ്യൂസിയത്തിൻ്റെ ഉൾഭാഗം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ ഭാഗങ്ങളൊക്കെ നമുക്ക് അങ്ങനെ കണ്ടിട്ട് അങ്ങനെ മടങ്ങാം. നല്ല വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറേ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട്. പൊതുവേ എനിക്ക് മ്യൂസിയത്തിന് വലിയ താല്പര്യമില്ലാത്തതാണ്, എന്നാലും എന്തൊക്കെയാണ് സംഭവങ്ങളുണ്ടെന്ന് അറിയില്ല. കാര്യമായിട്ട് ഇവിടെ ചിത്രങ്ങളാണുള്ളത്.
അപ്പോൾ അതൊക്കെ ഒന്ന് മൊത്തം കറങ്ങിക്കാണാം. മുമ്പ് ഇന്ത്യയിൽ നിന്നുള്ള ഈ സിഖ് തീർത്ഥാടകർക്ക് ഈ കർത്താർപൂരിലേക്ക് വരണമെങ്കിൽ ലാഹോർ ബസ് കയറിയിട്ട് ഇങ്ങനെ വരണ്ടേ, അങ്ങനെ 125 കിലോമീറ്റർ ഉണ്ടായിരുന്നു. ഇപ്പം ആണെങ്കിൽ ഇപ്പോൾ ആകെ ഇന്ത്യൻ്റെ ഈ അതിർത്തിയിൽ നിന്ന് 4.5 കിലോമീറ്റർ കൊണ്ട് ഇവിടേക്ക് എത്താം. അപ്പോൾ നമ്മുടെ അന്നത്തെ പ്രധാനമന്ത്രിമാർ ഉത്സാഹിച്ചിട്ടാണ് ഇങ്ങനെ ഒരു സൗകര്യം സിഖ് തീർത്ഥാടകർക്ക് ചെയ്തു കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ബാക്കി ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ഇനി വിശദീകരിച്ചിട്ട് പിന്നീട് പറയുന്നുണ്ട്. നമുക്കിതങ്ങനെ കണ്ട് അങ്ങനെ പോവാം. ഇത് കുറേ സോവനീറാണ്, നമ്മളെ ഫ്രിഡ്ജും പൊട്ടിക്കുന്ന സാധനം. मैग्नेट हमारी वीडियो नहीं बनी. എല്ലാ ഗുരുദ്വാരയിലും ഭക്ഷണം ഫ്രീ ഉണ്ട്. ഇപ്പം ഞാൻ ഭക്ഷണം കഴിക്കാൻ പോവാണ്. ഈ ഭക്ഷണം കഴിക്കുന്ന അതിന് ലങ്കാർ എന്നാണ് പറയുക. അപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. പാട്യാല മഹാരാജാവ് ഉണ്ടായിരുന്നു, സർദാർ ഭൂപീന്ദർ സിംഗ്. അദ്ദേഹം 1925 1,35,600 രൂപ ചെലവിലാണ് ഇവിടെ ബിൽഡിംഗ് കെട്ടിയിട്ടുള്ളത്. ഇപ്പം ഞാനിതിൻ്റെ ഭക്ഷണ ഹാളിലേക്ക് ഇങ്ങോട്ട് കടന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഭക്ഷണ ഹാളിലെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണാം. പിന്നീട് 2018 നവംബറിൽ ഈ 42 ഏക്കറിലാണ് വ്യാപിച്ചെടുക്കുന്ന ഈ ഭാഗം നടുമുറ്റവും മ്യൂസിയവും ലൈബ്രറിയും ഡോർമെട്രിയും ലോക്കറും റൂമുകളൊക്കെ കൂടിയിട്ട് വിപുലീകരിച്ചിട്ടുണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പം എനിക്കും അത്യാവശ്യം നല്ല വിശക്കുണ്ട്, ഞാനും ഭക്ഷണം കഴിക്കാനുള്ള പോവുകയാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്നിങ്ങനെ കാണാം. ഇത് ഏതായാലും നല്ല വൃത്തിയുള്ള സ്ഥലം കേട്ടോ. ഇവിടെ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. ഇവിടെ അതിനനുസരിച്ചിട്ട് ആൾക്കാരവിടെ ഇല്ല. മുമ്പ് ഞാൻ പഞ്ചാബിലെ ഗുരുദ്വാരയിലുള്ള ഭക്ഷണം ഉണ്ടാക്കുന്ന ഹാളിൽ ഭക്ഷണം ഉണ്ടാക്കുന്നതും പച്ചക്കറി കട്ട് ചെയ്യുന്നതും ഭക്ഷണം ഉണ്ടാക്കുന്ന ചപ്പാത്തി ഉണ്ടാക്കുന്നതും കാണിച്ചിരുന്നല്ലോ. അതേപോലെ ഇവിടുത്തെ പിന്നെ പച്ചക്കറി നേരാക്കലും ഒക്കെയാണ് ഈ സംഭവങ്ങൾ. അപ്പോൾ അതൊക്കെ നമുക്ക് അങ്ങനെ കാണാം. ഇതവിടുത്തെ കിച്ചണാണ്, അടുപ്പും കാര്യങ്ങളും കണ്ടില്ല അവിടെ. ഇപ്പോൾ ഏകദേശം പാചകം ചെയ്യലൊക്കെ കഴിഞ്ഞിരിക്കുന്നു. നമസ്തേ പറഞ്ഞിരിക്കുന്നു എന്നോട്. പാകിസ്ഥാനി സുന്ദരികൾ ചപ്പാത്തി വരത്താണ്. എനിക്ക് കുക്കിംഗ് കണ്ടാൽ ഭയങ്കര ഇതാണ്. അപ്പോൾ അവിടെ കുറച്ച് നേരം നിൽക്കും ഞാൻ. അപ്പോൾ ഞാനും ഒന്ന് ചപ്പാത്തി വരത്തണം നേരിക്കുന്നുണ്ട്. അപ്പോൾ ഇവരെ പരത്തിൽ കഴിഞ്ഞ് നമ്മുടെ പഞ്ചാബിലത്തെ പോലെ ഇവിടെ അത്ര അധികം ക്വാണ്ടിറ്റി ഒന്നും ഇവിടെ ഉണ്ടാക്കുന്നില്ല. ഇവിടെ ക്വാണ്ടിറ്റി കുറവാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാം. ഇവിടെ ചുടുന്നുണ്ട് ചപ്പാത്തി. ഇപ്പം ഞാനൊന്ന് ചപ്പാത്തി പരത്താൻ വേണ്ടിയിട്ട് ക്യാമറ കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ ചപ്പാത്തി പരത്തരത്തിക്ക്. അപ്പം ഞാൻ അവിടെ എടുക്കട്ടെ. Video or picture? Video. Now it's working. All right. लोगों को लगना मैं बना रही थी. You want me to stop it? ചപ്പാത്തിൻ്റെ മാവാണ് ഈ കാണുന്നത്. ചപ്പാത്തി മാവ്, ഗോതമ്പ് മാവ്. ഇവിടെയാണ് പാചകം ചെയ്ത കറികളൊക്കെ ബക്കറ്റിലാക്കിയിട്ട് കൊണ്ടുപോകും. ഒക്കെ സ്റ്റീൽ പാത്രത്തിലാണ് കൊണ്ടുപോകുന്നത്. ഇനി നമുക്ക് പച്ചക്കറി സൂക്ഷിച്ച സ്ഥലം കാണാം. ഫാനൊക്കെ ഇട്ട് വെച്ചിട്ടാണ് കംപ്ലീറ്റ്. ഇത് ഇഞ്ചി ഇവിടെ വെച്ചിട്ടുണ്ട്. ഒക്കെ വാഷിങ്ങിനുള്ള ഇതൊക്കെ ഉണ്ട് ഇവിടെ. നല്ല കംപ്ലീറ്റ് സ്റ്റീലാണ്. ഇത് പച്ചമുളകാണ്. പിന്നെ കോളിഫ്ലവർ ഉണ്ട് അപ്പുറത്ത്. അതിൻ്റെ മറ്റേ ഭാഗത്ത് ക്യാരറ്റ് ഉണ്ട്. മുള്ളങ്കി ഉണ്ട്. പിന്നെ ഇവിടെ ഒന്നായിട്ട് ഉള്ളി കൂട്ടിയിട്ടിട്ടുണ്ട്. ഉള്ളിക്കാരൻ ഉള്ളി വാരി കൂട്ടുന്നുണ്ട് ഇവിടെ.
അപ്പോൾ ഇവിടുത്തെ പച്ചക്കറി കറികളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റോർ റൂമാണ് ഇത്. അപ്പോൾ സ്റ്റോർ റൂമിൽ നിന്ന് പുറത്തേക്കൊരു വഴിയുണ്ട്, മുറ്റം. അവിടെ വെയിലത്ത് ഉണക്കാടുന്ന സംഭവമാണ്. ഇവർ ഈ ചുവന്ന മുളകൊക്കെ ഉണക്കാട്ടിട്ടുണ്ട് ഈ ഭാഗത്ത്. അത് നല്ല പരിപാടിയാണ്. പിന്നെ കിഴങ്ങുണ്ട്, പിന്നെ വെളുത്തുള്ളി ഉണ്ട് ഇവിടെ. ഞാൻ നേരത്തെ ചപ്പാത്തി ഉണ്ടാക്കുന്ന അവിടേക്ക് വീണ്ടും വന്നതാണ്. ഇപ്പോൾ പഴയ സ്റ്റാഫുകളൊക്കെ മാറി ഇപ്പോൾ വേറെ സ്റ്റാഫുകളാണ്. അങ്ങനെ ആളുകളിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇതൊക്കെ സേവയാണ്. സേവ എന്ന് പറഞ്ഞാൽ പിന്നെ ശമ്പളം ഇല്ലാണ്ട് പണിയെടുക്കുന്നതിന് അവർക്കൊക്കെ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇവിടുത്തെ പരിപാടി. ഇത് ഇവിടുത്തെ പാത്രങ്ങളൊക്കെ കഴുകുന്ന ഭാഗങ്ങളാണ് ഈ ഒരു ഭാഗം. ക്ലീനിങ് നല്ല സൂപ്പറായിട്ട് ക്ലീൻ ചെയ്യുന്നു. കേരള ഇവിടെ പാത്രമൊക്കെ സെൽഫ് സർവീസാണ്. നമ്മൾ സ്വന്തം എടുക്കണം. അതൊക്കെ കഴുകി വെച്ചതിന് നമുക്ക് എടുത്തിട്ട് അങ്ങനെ പോവാം. സ്പൂണുണ്ട്, ഗ്ലാസ് ഉണ്ട്, പ്ലേറ്റ് ഉണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാനും ഒരു പ്ലേറ്റും ഒരു ഗ്ലാസും ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ട് അങ്ങോട്ട് പോവാണ്. അപ്പം ഞാൻ ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. അപ്പം എൻ്റെ ഇരുത്തം കഴിഞ്ഞിരിക്കുന്ന ഇപ്പം എത്തും സാധനം. കിഴങ്ങും കടലയുള്ള കറിയാണ്, ബലീല. ഇത് ചെറുപയറാണ്. ഇനി ചപ്പാത്തിയാണിത്. ഇത് മധുരമുള്ള റൈസാണ്, അത് ലാസ്റ്റ്. അപ്പോൾ ഇവിടെ ക്ലീനിങ് ഇവിടെ മെഷീനറിയാണ്, മറ്റേ ആൾ അടിച്ചു വരലല്ല ഇവിടെ സംഭവം. ഇവിടെ ഇങ്ങനെ മെഷീനിലാണ് ക്ലീൻ ആക്കൽ. അപ്പോൾ ഇതിൻ്റെ ഭക്ഷണം കഴിക്കൽ കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെയാണ് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഇങ്ങനെ ക്ലീൻ ആയിട്ടിരിക്കും, വേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഈ പാത്രമായിട്ട് നമ്മളിവിടെ കൊണ്ടുകൊടുത്തു കഴിഞ്ഞാൽ ഈ ഭാഗത്താണ് കഴുകുന്ന ഭാഗം. പിന്നെ ഇവിടെ വേസ്റ്റ് ഉണ്ടെങ്കിൽ ആ വേസ്റ്റ് ബക്കറ്റിൽ ഇട്ടിട്ട് അപ്പുറത്ത് കഴുകിയിട്ട് അങ്ങോട്ടേക്ക് കൊടുക്കും. അങ്ങനെയാണ്. അപ്പോൾ ഞാനിനി ഇവിടുന്ന് പുറത്തിറങ്ങുകയാണ്. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു. ഇനി ഇവിടുത്തെ പുറത്തെ കാഴ്ചകളൊക്കെ ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് കാണാം. അങ്ങനെ ഞാൻ ഈ കർത്താപൂർ സാഹിബിനെ കണ്ട് മടങ്ങുകയാണ്. എനിക്ക് പൊതുവെ ഭയങ്കര ഇഷ്ടമാണ് ഈ പഞ്ചാബികളെ ഈ ഗുരുദ്വാരയിൽ പോകാറുണ്ടാൽ. അത് കാശ്മീരിലുണ്ട്, പിന്നെ ഇവിടെ ഉണ്ട്, പിന്നെ നമ്മുടെ പഞ്ചാബിൽ അമൃത്സറിലുണ്ട്. നല്ല സൂപ്പറാണ്. ഏതായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇവിടുത്തെ ബാക്കിയുള്ള ഭാഗങ്ങൾ കാണാം. ഇവിടെ ഒരു കുളവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉള്ളിൽ. ഇത് ആണുങ്ങൾ വിളിക്കുന്ന കുളം ഭാഗങ്ങളാണ്. ഇതിൻ്റെ വേറൊരു ഭാഗത്താണ് നിൽക്കുന്നത്. രവി നിവറിൻ്റെ അടുത്താണ് ഇത് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇഷ്ടംപോലെ വെള്ളവും കാര്യങ്ങളൊക്കെ നല്ലോണം ഉണ്ടാവും. ഇവിടെ കുറച്ചോളം വെള്ളമുണ്ട്. ഓരോ ഗുരുദ്വാരയും ഓരോ മോഡലിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടുത്തെ ഗുരുദ്വാരയിൽ വെള്ളം കുറവാണ്. ഞാനിപ്പം ഗുരുദ്വാരയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇവിടുത്തെ പുല്ലോട്ടുന്ന മെഷീന് വേറൊരു മോഡലാണ്. അതിൻ്റെ അടിയിലൊരു സാധനം ഉണ്ടല്ലോ, അതിങ്ങോട്ട് നമ്മളെ മേലേക്ക് തെറിക്കാതിരിക്കാനൊരു സപ്പോർട്ടുണ്ട് അവിടെ. ഞാനിവിടുത്തെ ഒരു ഷോപ്പിംഗ് ഏരിയ ഉണ്ട്, അങ്ങോട്ട് പോവാണ്. ഈ കാണുന്നതാണ് ലാഹോർ ഹൈവേ, ആ റോഡ്. അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങോട്ട് പാരലായിട്ട് പിന്നെ റോഡുണ്ട്. ഇവിടെയാണ് നമ്മുടെ ഈ ഗുരുദ്വാര നിൽക്കുന്നത്. ഇവിടുന്ന് സ്വല്പം ഉണ്ട് നീളത്തിലോട്ട് പോയി കഴിഞ്ഞിട്ട് അവിടെയാണ് മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പം ഇനി മാർക്കറ്റിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം. അങ്ങ് ദൂരെ കാണുന്നത് ഇന്ത്യക്കാർക്കുള്ള സന്ദർശന സ്ഥലമാണ്. ഈ വരുന്നത് പാകിസ്ഥാനികൾക്കുള്ള സ്ഥലമാണ്. അതായത് പാകിസ്ഥാൻ സ്വദേശികൾക്കുള്ള എൻട്രൻസ് വേറെ ഭാഗത്തു കൂടിയാണ്. അത് ഇന്ത്യൻ വരുന്നവർക്കുള്ള എൻട്രൻസ് വേറെയാണ്. രണ്ട് സെക്ഷനിലാണ് ചെക്കിങ്ങും കാര്യങ്ങളും ഉള്ളത്. ഇവിടെയാണ് മാർക്കറ്റ് ഉള്ളത്. ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പാകിസ്ഥാൻ കറൻസി മാറ്റി വന്ന് തിരിച്ച് ഇന്ത്യയിലേക്ക് പോകുന്ന സമയത്ത് നമ്മളെ കയ്യിൽ പാകിസ്ഥാൻ കറൻസിയോ കോയിൻസോ ഉണ്ടെങ്കിൽ നമ്മൾ അറസ്റ്റ് ചെയ്താളും. അപ്പൊ അതുകൊണ്ട് ഇവിടെ നിന്ന് കംപ്ലീറ്റ് ചെലവാക്കി പോകണം. അതല്ലെങ്കിൽ പാകിസ്ഥാന്റെ എമിഗ്രേഷൻ അവിടെ ചെന്നിട്ട് അവിടെ നമ്മൾ കൺവെർട്ട് ചെയ്യണം. നിങ്ങൾ കിട്ടും. അതായത് നമ്മൾ അവിടെ നിന്ന് വാങ്ങുന്ന സമയത്ത് 28 കിട്ടും.
1000 രൂപക്ക് 2500 രൂപ. തിരിച്ചു വരുന്നവർക്ക് നമുക്ക് നഷ്ടമാണ്. നമ്മൾ 3000-ന്റെ ആ എമൗണ്ട് വെച്ചിട്ട് കൊടുക്കണം. അപ്പൊ നമുക്ക് ഇവിടുത്തെ മാർക്കറ്റുകൾ കാണാം. ഈ മാർക്കറ്റിന്റെ പരിസരത്തുണ്ട് ഈ മണി എക്സ്ചേഞ്ച്. അപ്പൊ ഞാൻ ഇവിടുത്തെ പാകിസ്ഥാൻ കറൻസി ഒന്ന് കാണിച്ചു തരാം. പാകിസ്ഥാൻ കറൻസിനെ കാണിച്ചു തരാം. ഇത് പാകിസ്ഥാൻ കറൻസി 1000 ആണ്. 1000. Sorry, 1000. This is 500 this is 500. Pakistani rupees. This is 50. 50 rupees. This is 20. 20 rupees. Pakistani. This is 10. പിന്നെ ഒരു പ്രത്യേക കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇന്ത്യയിൽ നിന്ന് വരുന്ന സമയത്ത് പാകിസ്ഥാൻ കറൻസി മാറ്റി വന്നു കഴിഞ്ഞാൽ തിരിച്ച് ഇന്ത്യയിലേക്ക് ഈ കറൻസി കൊണ്ടുപോകാൻ പറ്റില്ല. കൊണ്ടുവന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. നമ്മളെ കേസും പോലീസ് കേസും ഒക്കെ ആവും. അപ്പൊ ഇവിടുന്ന് തന്നെ അത് ചെലവാക്കി പോരുക. അതല്ലെങ്കിൽ പാകിസ്ഥാന്റെ എമിഗ്രേഷന്റെ അവിടെ നിന്ന് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇദ്ദേഹമാണ് എന്റെ ക്യാമറാമാൻ. പണ്ട് ഗൾഫിലായിരുന്നപ്പോഴാണ് പാകിസ്ഥാനികൾ പണിയെടുക്കുന്നുണ്ടത്. ഇത് പാകിസ്ഥാനിൽ വന്നിട്ട് പാകിസ്ഥാനികൾ പണിയെടുക്കുന്നുണ്ട്. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അവിടെ ഭയങ്കര ബിൽഡിംഗ് തൊഴിലാളികൾ ഒരുപാട് ഉള്ളതാണ് ഗൾഫിൽ. ഇത് പാകിസ്ഥാനിൽ നമുക്ക് തന്നെ കാണാം അവരെ, പാകിസ്ഥാനിലെ പിന്നെ ബിൽഡിംഗ് തൊഴിലാളികൾ. ഇപ്പോൾ നട്ടുച്ചയാണ്, പക്ഷേ നല്ല വെയിലുണ്ട്, അടിപൊളി തണുപ്പാണ്. അതുകൊണ്ട് നല്ല സുഖമാണ് നടക്കാൻ ഇതിലൂടെ. അങ്ങനെ കറാച്ചി ക്ലോത്ത് ഹൗസ്. ഫ്രം കേരള. പാകിസ്ഥാനില് ഡ്രൈ ഫ്രൂട്ട്സ് ഭയങ്കര ചീപ്പാണ്. ഒന്ന് പോയി നോക്കാം. क्या ले? बहुत बढ़िया। घर किधर है? मुल्तान। भूटान है। मुल्तान से पाकिस्तान की स्वीट्स मुल्तानी सोने लगा। तो जी आज टेस्ट करो सब राजी ना चेक करो। सबसे Pakistani sweets made in Pakistan. ഇവിടെ ഹലുവയൊക്കെ ഉണ്ട്. 306 നമ്പർ ഉണ്ടല്ലേ, ഈ നമ്പർ എങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഹലുവക്ക് പിന്നെ എല്ലാതും ടിന്നിനാണ് ഉണ്ടാകുക, ടിന്നിൽ വെച്ചിട്ടുണ്ടാകുക. അപ്പോൾ ആ ടിന്നിൻ്റെ നമ്പറാണ് 301, 305, 306 എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ സിസ്റ്റം ഉള്ളത്. പിന്നെ ഒരുപാട് നട്ട്സ് ഉണ്ട്, വാൾനട്ട് ഉണ്ട്, ബദാം പരിപ്പുണ്ട്. ഇതൊക്കെ ഈ ഒരു കടയിലുണ്ട്. ഒരുപാട് കടകളുണ്ട്. നട്ട്സൊക്കെ ഉള്ള അലുവകളാണ് ഇവിടെ. 301, 306, 305 എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ ആ നമ്പർ സ്ഥിരമായിട്ടുണ്ട്. ആ ഒരു ടേസ്റ്റാണ് ഇതിനുണ്ടാകുക. ഇതാണ് പാകിസ്ഥാനി പൂച്ച. ഇവിടെ നല്ല ചുരിദാറൊക്കെ കിട്ടും പാകിസ്ഥാനിൽ. ഇത് ചുരിദാറൊക്കെ വാങ്ങിയതാണ്. പിന്നെ ഇവിടുന്ന് നമ്മളെ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളെ ക്യാഷ് തിരിച്ചു കൊണ്ടാൻ പറ്റില്ല. അപ്പൊ കുറച്ച് പാകിസ്ഥാൻ ഹലുവ സ്വീറ്റ്സ്, അടിപൊളി ഐറ്റംസ്, അത് കുറച്ച് വാങ്ങിയിട്ട് ओरिजिनल सूट है अलकदम के गुल अहमद के। ये देखिए, ये देखो। ഇവിടെ പാകിസ്ഥാനി സ്ത്രീകൾ കൂടുതലും ചുരിദാറാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ സാരി കാര്യങ്ങളൊക്കെ ഇല്ല. പുരുഷന്മാരും പൈജാമയും പിന്നെ ജുബ്ബയും തന്നെയാണ് അവർ ഉപയോഗിക്കാറുള്ളത് ഇവിടെ. ഇത് ഗുരുദ്വാരൻ്റെ ബാക്ക് ഭാഗമാണ് ഈ കാണുന്നത്. ഈ ബാക്ക് ഭാഗത്തിൻ്റെ ഈ ഒരു ഭാഗത്താണ് മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഈ ഗുരുദ്വാര ദർബാർ സാഹിബ് ഉള്ളത് പാകിസ്ഥാനിലെ
പഞ്ചാബ് പ്രവിശ്യ, ഇന്ത്യയിലത്തെ പഞ്ചാബ് പോലെ തന്നെ പാകിസ്ഥാനിലുണ്ട് പഞ്ചാബ് പ്രവിശ്യ. അവിടുത്തെ നരേവൽ ജില്ലയിൽ ശക്കർഗഡ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെയാണ് ഈ കർത്താർപൂർ സാഹിബ് ഗുരുദ്വാര നിൽക്കുന്നത്. 1539 ഗുരുനാനാക്ക് മരിച്ചത്. അദ്ദേഹം മരിക്കുന്നതുവരെ 18 വർഷം ഇവിടെയായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത്. ഞാനവിടുത്തെ പോലീസ് ഓഫീസർമാരൊക്കെ വന്നിട്ട് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്താണിത്. ഇതെനിക്ക് നമസ്കരിക്കാൻ പോലീസ് ഓഫീസർ മുസല്ല വന്നാണ് ഇവിടുന്ന്. ഗുരുദ്വാരയിലെ ചെക്കിംഗ് ഏരിയ അവിടുന്ന് പുറത്തിടുന്നു. അപ്പൊ ഞാന് പാകിസ്ഥാനിൽ നിന്നും മടങ്ങുകയാണ്. വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് ഇവിടുന്ന് മടങ്ങണം എന്നാണ് റൂളുള്ളത്. അപ്പോൾ ഇവിടുന്ന് മടങ്ങുകയാണ്. ഈ പാകിസ്ഥാനിലേക്ക് പോകണമെങ്കിൽ ഒരുപാട് ഫോർമാലിറ്റികളുണ്ട്. നമ്മുടെ വിസ കിട്ടണമെങ്കിൽ അതൊക്കെ ഞാൻ ഇനി എപ്പിസോഡിൽ പറയാം. പിന്നെ അപ്ലൈ ചെയ്താൽ തന്നെ കിട്ടുമെന്ന് യാതൊരു ഉറപ്പുമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ എപ്പിസോഡിൽ ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട് എങ്ങനെ നമുക്ക് പാകിസ്ഥാനിലേക്ക് പോകാമെന്നുള്ള കാര്യം. ബസ് അങ്ങ് ദൂരത്തുനിന്ന് വരുന്നുണ്ട്, ഒരു ബസ് വരുന്നുണ്ടല്ലേ. ഇതാണ് ഇവിടേക്കുള്ള കർത്താർപൂർക്കുള്ള ബസ് സർവീസ്. ലാസ്റ്റ് ഇപ്പൊ നമ്മുടെ ബസ് വന്നിട്ടുണ്ട്. ബസ്സിൽ കയറുകയാണ്. ഈ പാക് വിസ കിട്ടണമെങ്കിൽ ഓൺലൈൻ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യ ഗവൺമെൻറ് നമുക്കൊരു ഡേറ്റ് തരും. ആ ഡേറ്റിന് നമ്മൾ കൊടുക്കുക. പിന്നെ നമ്മുടെ വെരിഫിക്കേഷൻ, പോലീസ് വെരിഫിക്കേഷനും പാസ്പോർട്ടിൻ്റെ കോപ്പിയും ഫോട്ടോയും അതിനുള്ള ബൈറ്റ്സും കാര്യങ്ങളും അതൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുക. അങ്ങനത്തെ പറയാം. എന്തെങ്കിലും സംശയങ്ങൾ എനിക്ക് ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. അങ്ങനെ ബസ് പുറപ്പെട്ടിട്ടുണ്ട്. ഇനി പഞ്ചാബികളുടെ വക ഒരു പ്രാർത്ഥന ഉണ്ട്, യാത്രാ പ്രാർത്ഥന. പഴയ പഞ്ചാബി ഹൗസ് സിനിമയിൽ പറഞ്ഞ പോലെ ഏതോ ഒരു സോണിയനെ അവർ പറയുന്നുണ്ട്. സോണിയ ഏതാണെന്ന് തിരിഞ്ഞിട്ടില്ല. അപ്പോൾ എല്ലാവരും സോണിയൻ്റെ പേര് പറയുന്നുണ്ട്. അങ്ങ് ദൂരെ കാണുന്ന ബോർഡ് രവി റിവറിൻ്റെ ബോർഡാണ്. ഇവിടുന്ന് അങ്ങോട്ടാണ് രവി റിവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബെർലിൻ മതിലിൻ്റെ പതനത്തിൻ്റെ വാർഷികവും ഈ ഗുരുനാനാക്കിൻ്റെ 550-ാം ജന്മവാർഷികത്തിൻ്റെ ദിവസങ്ങൾക്ക് മുമ്പ് 2019 നവംബർ 9 അന്നത്തെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിരുന്ന ഇമ്രാൻഖാൻ ഈ ഒരു വഴി തുറന്നിട്ടുള്ളത്. മുമ്പ് ഞാൻ പറഞ്ഞിരുന്നില്ല, ലാഹോർ വഴിക്ക് പോകേണ്ടിയിരുന്നു. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ 125 കിലോമീറ്റർ ദൂരം ഓടേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഇപ്പോൾ ആകെ ഒരു 4.5 കിലോമീറ്റർ കൊണ്ട് ഈ ഒരു സ്ഥലത്തേക്ക് എത്താൻ പറ്റും നമുക്ക്. പാകിസ്ഥാനിലെ ഒരു പ്രധാനപ്പെട്ട റിവറാണ് രവി റിവർ. സിഖ് മതത്തിൻ്റെ സ്ഥാപകനായ ഗുരുനാനാക്ക് അദ്ദേഹത്തിൻ്റെ മിഷനറി പ്രവർത്തനത്തിന് ശേഷം പിന്നെ സ്ഥിരതാമസമാക്കുകയും പിന്നെ കൃഷി ചെയ്യുകയും ചെയ്ത സ്ഥലത്തിൻ്റെ സ്മരണക്കായിട്ടാണ് ഈ ഗുരുദ്വാര ഇവിടെ നിർമ്മിച്ചത്. 1504 ഈ രവി നദിക്കരയിലാണ് ഈ കർത്താർ പട്ടണം സ്ഥാപിച്ചത്. ഇവിടെ കംപ്ലീറ്റ് വയലുകളൊക്കെ ആയിരുന്നു. അതൊക്കെ ഉഴുതുമറിച്ചിട്ടാണ് ഇവിടെ ഇങ്ങനെ ഈ ഒരു പിന്നെ ഗുരുദ്വാര നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. ബസ് നമ്മുടെ എമിഗ്രേഷൻ്റെ ബിൽഡിങ്ങിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ബസ്സിൽ നിന്ന് ഇറങ്ങിക്കുന്നത് ഇനി ഇവിടെ നമ്മുടെ പാസ്പോർട്ട് കാണിക്കലും എക്സിറ്റ് അടിക്കലും കാര്യങ്ങളൊക്കെയാണ്. ഇനി ഇതിനുള്ളിൽ കുറച്ച് കലാപരിപാടികളുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് പുറത്തേക്ക് കടന്നിട്ട് ഒരു പാകിസ്ഥാൻ്റെ ബസ്സുണ്ട്, ചെറിയ മിനി ക്യാബ്, അതിൽ കയറി അങ്ങോട്ട് പോകണം. ഇതാണ് എക്സിറ്റ് സ്റ്റാമ്പ്.
പിന്നെ ഇങ്ങനത്തെ ഒരു സാധനമൊക്കെ അവിടെ തിരിച്ചു കൊടുക്കണം. കാരണം നമ്മുടെ പാസ്പോർട്ടിൽ യാതൊന്നും ചെയ്യൂല ഇവിടെ, അങ്ങനെയാണ്. അപ്പോൾ ഇവിടുത്തെ എല്ലാ കലാപരിപാടിയും കഴിഞ്ഞിട്ട് നേരെ പുറത്തേക്ക് കിടക്കുകയാണ്. ഇനി പുറത്ത് ആ ഒരു ചെറിയൊരു ക്യാബ് വന്നിട്ടുണ്ട്, അതിലാണ് ഇനി തിരിച്ചോട്ട് പോകേണ്ടത്. അപ്പോൾ നമ്മുടെ ക്യാബിൽ കയറി പുറപ്പെട്ടിട്ടുണ്ട്. പാകിസ്ഥാൻ്റെ വലിയ കൊടിയാണ് കാണുന്നത്. ഞാൻ ഇങ്ങോട്ടേക്ക് എൻ്റർ ചെയ്ത സമയത്ത് ഈ ഭാഗം കംപ്ലീറ്റ് നടന്നു വന്നതായിരുന്നു. നടന്നു പോവാം, പക്ഷേ ഇപ്പോൾ ഏതായാലും നടന്നു പോകണില്ല. നടന്നുള്ള കാഴ്ചകൾ ഞാൻ മുമ്പ് കാണിച്ചിരുന്നു. ഈ ഒരു വഴിയാണ്. ഇതിലങ്ങനെ നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യൻ്റെ ഗേറ്റിൻ്റെ അവിടെ എത്തും. ഇവിടെ ഗുഡ് ബൈ, പാകിസ്ഥാനോട് അങ്ങനെ ഗുഡ് ബൈ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്നും മടങ്ങുകയാണ്. ഇത് പാകിസ്ഥാൻ്റെ ബോർഡർ, അത് ഇന്ത്യൻ്റെ ബോർഡർ. ഒരു 6 മീറ്റർ ഗ്യാപ്പ്. അപ്പോൾ പാകിസ്ഥാനിൽ കിടക്കുന്നത് ഇതാണ് പാകിസ്ഥാൻ്റെ ഗേറ്റ്. ഇങ്ങനെ കടന്നു വന്ന് ഇതിൻ്റെ സെൻറ്റർ ഇന്ത്യയിൽ കിടക്കുകയാണ്. ഇതാണ് ഇന്ത്യ. ഇപ്പൊ ഇന്ത്യയിലെത്തിക്കുന്നു. പാകിസ്ഥാനിൽ നിന്ന് പുറപ്പെട്ട് ഇന്ത്യയിലെത്തി. അപ്പൊ ഞാൻ ഇന്ത്യയിലേക്ക് വന്നിരിക്കുന്നു. ഇന്ത്യ, വെൽക്കം ടു ഇന്ത്യ. പാകിസ്ഥാനിൽ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നു. ഇവിടുന്ന് നടന്നു പോകാൻ ഇന്ത്യ ഗവൺമെൻറ് സമ്മതിക്കില്ല. അപ്പോൾ ഞാനൊരു ക്യാബിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ക്യാബ്. ഇദ്ദേഹം സിഖ് ഡ്രൈവറാണ്. ഇനി ഇതാണ് ഇമിഗ്രേഷൻ ബിൽഡിംഗ് നമ്മളെ ഇന്ത്യൻ്റെ. ഇതിൻ്റെ അകത്ത് ഇതുവരെയുള്ള ക്യാമറ, അതിൻ്റെ അകത്തേക്ക് ഇനി ക്യാമറ പ്രവേശനമില്ല. ഇനി നമുക്ക് ബാക്കി പുറത്തെത്തിയിട്ട് കാണാം. അപ്പോൾ ഉള്ളിൽ കയറിയിരിക്കുന്നു ഞാൻ. അങ്ങനെ ഇന്ത്യയുടെ എല്ലാ നൂലാമാലകളും കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് പോവുകയാണ്. പാസ്പോർട്ട് ചെക്കിങ് ഭയങ്കര പ്രശ്നം തന്നെയാണ്. അപ്പം അതുകൊണ്ട് പാകിസ്ഥാനിലേക്ക് പോകാൻ ആരും നോക്കണ്ട. ഒരുപാട് കടമ്പകളുണ്ട് കാണാൻ. ഇന്ത്യയുടെ ലാൻഡ് പോർട്ട് അതോറിറ്റീൻ്റെ ബിൽഡിങ്ങിൽ ഞാൻ പുറത്തിറങ്ങിക്കുന്നത്. ഇത് ഇവിടുത്തെ പാർക്കിങ്ങും കാര്യവും ആണ്. ഇനി അപ്പം ഇനി നേരെ കേരളത്തിലേക്ക്. അമൃത്സർ, ഡൽഹി, കോഴിക്കോട്. ഇവിടുന്ന് ബസ് സ്റ്റാൻഡിലേക്ക് 2 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നാൽ താങ്ക് യു.